ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. നല്ലൊരു കിടിലൻ ഹൊറർ മൂവിയുടെ കഥ കേട്ടാലോ. ഒരു പെൺകുട്ടി അവളുടെ ലൈഫിൽ ഇപ്പോൾ വലിയൊരു പ്രശ്നം വന്നിരിക്കുകയാണ്. ഒറ്റക്ക് അവളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മരിച്ചുപോയ അവളുടെ അച്ഛന്റെ കല്ലറയിലേക്ക് പോയിട്ട് അച്ഛന്റെ ആത്മാവിനോട് അവൾ സഹായം ചോദിക്കുകയാണ്. ചോദിച്ച പോലെ തന്നെ ഒരു ആത്മാവ് അവളുടെ കൂടെ വന്നു അവളെ സഹായിക്കുകയാണ്. പക്ഷെ പിന്നീടല്ലേ മനസ്സിലാകുന്നത് വന്നത് അത് അച്ഛന്റെ ആത്മാവായിരുന്നില്ല, പകരം മറ്റൊരാളായിരുന്നു. ആരാണ് അവളുടെ കൂടെ വന്നത്, അവൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചു, നമുക്ക് നേരെ കഥയിലേക്ക് പോയി തന്നെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അതുപോലെ നിങ്ങൾ വയനാട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ ട്രീ ഹൗസ്, അതുപോലെ തന്നെ ക്യാമ്പിങ് ഇങ്ങനത്തെയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന പോസ്റ്ററിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ക്യാമ്പ് ഫയറും DJയും സ്റ്റേയും അതുപോലെ തന്നെ ചെറിയൊരു ട്രെക്കിങ്ങും എല്ലാം കൂടെ നമ്മുടെ ഈ ഒരു പാക്കേജിൽ ഉൾപ്പെടും കേട്ടോ. ഓക്കെ, എന്തായാലും കൂടുതൽ അറിയാൻ ഈ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. സോ എന്നാൽ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. സിനിമയുടെ ആരംഭത്തിൽ തന്നെ ഒരു അപകടം സംഭവിച്ചിരിക്കുകയാണ്. രണ്ട് കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അതിലൊരു കാറ് തെറിച്ച് വീണിട്ടുണ്ട്. ആ തെറിച്ച് വീണ കാറിന്റെ ഉള്ളിലായിരുന്നു നമ്മുടെ കഥാനായകനായിട്ടുള്ള തോമസ് ഉണ്ടായിരുന്നത്. ഇവരുടെ കാറിന് ഒരാളുടെ കാറ് വന്ന് ഇടിച്ചെന്ന് പറഞ്ഞില്ലേ, അതൊരു പയ്യനായിരുന്നു. ആ പയ്യൻ ഇപ്പൊ പതിയെ അങ്ങോട്ടേക്ക് വന്ന് നോക്കുമ്പോൾ രക്തത്തിൽ കുളിച്ച് തോമസ് അങ്ങനെ കിടക്കുകയാണ്. ആ സമയത്ത് അവന് നേരെ കൈ ചൂണ്ടി തോമസ് പറയുന്നുണ്ട്, ദയവ് ചെയ്ത് ഒന്ന് രക്ഷിക്കൂ എന്ന്. ആ ചെറുക്കനാണെങ്കിൽ അത് നോക്കി ഒന്ന് ഭയന്ന് അവിടുന്ന് രക്ഷപ്പെടുത്താതെ തന്നെ തിരിഞ്ഞോടുകയാണ്. പിന്നീട് ഒരുപാട് നേരം കഷ്ടപ്പെട്ടാണ് തകർന്നു പോയ ആ ഒരു കാറിന്റെ ഉള്ളിൽ നിന്നും തോമസ് പുറത്തേക്ക് വരുന്നത്. ഇതേ നേരം തന്നെ തൊട്ടപ്പുറത്ത് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ അവന്റെ കുഞ്ഞനിയത്തി കിടന്ന് കരയുന്നുണ്ടായിരുന്നു. അവളുടെ അടുത്തേക്ക് എങ്ങനെയൊക്കെയോ തോമസ് ചെല്ലുകയാണ്, അവളെ കൈകൊണ്ട് കോരിയെടുക്കുകയാണ്. ആ നേരത്ത് അവളുടെ നെറ്റിയിൽ ഒരു കഷ്ണം ഗ്ലാസ് കയറി നിൽക്കുന്നുണ്ടായിരുന്നു. അതിന്റെ വേദനയിൽ അവളിങ്ങനെ ചേട്ടനോട് പറയുന്നുണ്ട്, ചേട്ടാ എനിക്ക് വല്ലാതെ വേദനിക്കുന്നു, എന്നൊന്ന് രക്ഷപ്പെടുത്തു ചേട്ടാ. കരഞ്ഞുകൊണ്ട് തന്നെ അനിയത്തിയെ കൈകളിൽ പിടിച്ച് മുന്നോട്ടേക്ക് നോക്കിയപ്പോൾ തൊട്ടപ്പുറത്തായിട്ട് ആ അപകടത്തിൽ തെറിച്ചു വീണ അവന്റെ അമ്മയെ കാണുകയാണ്. അവരപ്പത്തിന് മരിച്ചു പോയിട്ടുണ്ട്. ഇതേ സമയത്ത് വേദന കൊണ്ട് അവന്റെ അനിയത്തി പറയുന്നുണ്ട്, ചേട്ടാ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്ത്. ഈ സമയത്ത് തോമസ് അവൻ അറിയാവുന്ന എല്ലാ ദൈവങ്ങളെയും കുറിച്ച് പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ അതിന് യാതൊരു ഫലം ഉണ്ടായിരുന്നില്ല. അവസാനം അവന്റെ മടിയിൽ കിടന്ന് അവന്റെ കുഞ്ഞനിയത്തി മരണപ്പെട്ടു പോകണം. അവന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ഈ രണ്ട് മരണങ്ങളും. അവിടെ വെച്ച് ആ ഒരു പാവം അലറിക്കരയാണ്. അങ്ങനെ ഈ സംഭവം കഴിഞ്ഞു കുറച്ചധികം മാസം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തോമസ് ജോലി ചെയ്യുന്നത് ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിലാണ്. അവിടുത്തെ ഒരു ടീച്ചറാണ് അവൻ. അതുപോലെ തന്നെ അവനൊരു ഫാദർ കൂടിയാണ്. അവന് പിരിക്കുന്നത് കണ്ടോ, രണ്ട് കുഴിമാടങ്ങൾക്കരികിലായിട്ട് അവന്റെ അനിയത്തിയുടെയും അമ്മയുടെയും കുഴിമാടാണ്. അവിടെ രണ്ട് പൂക്കൾ വെച്ച് അവരെ ഓർത്ത് ഒന്ന് കരഞ്ഞ് അവൻ നേരെ ഫാദറിനെ കാണാൻ വേണ്ടി വരികയാണ്. അവിടുത്തെ പ്രധാനിയായിട്ടുള്ള ഫാദറിനെ കാണാൻ തന്നെ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഫാദറെ ഞാൻ പറഞ്ഞല്ലോ എന്റെ കാര്യങ്ങളൊക്കെ, എനിക്ക് ഈ ഒരു ജോലിയിൽ ഇനി തുടരാൻ കഴിയില്ല, വല്ലാത്തൊരു മാനസിക വിഷമം പോലെ. ഇപ്പൊ ഫാദർ പറയുന്നുണ്ട്, തോമസേ എന്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ഒരു 100 വട്ടം നമ്മൾ ആലോചിക്കണം, എന്നിട്ട് മാത്രം തീരുമാനം എടുത്താൽ മതി. ഇത് കേട്ടപ്പോൾ തോമസ് പറയാണ്, ഫാദറെ ഞാൻ പലപ്പോഴും പറഞ്ഞു, ഞാൻ ഒരു 1000 വട്ടം എല്ലാ ദിവസവും ആലോചിച്ച് തന്നെയാണ് ഈ തീരുമാനം എടുത്തത്. എനിക്ക് ഈ ഒരു ജോലിയിൽ ഇനി തുടരാൻ കഴിയില്ല. അവരുടെ ഓർമ്മകൾ എന്നെ വല്ലാതെ വേട്ടയാണ്. എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകണമെന്ന് പറയണം. ഇതേ സമയത്ത് തന്നെ ബെല്ലടിക്കുന്നുണ്ട്. ഇപ്പൊ ഫാദർ പറയണ, തോമസേ നമുക്ക് ഇതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. എന്നാ ശരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഫാദർ പോകണം. ആ സമയത്ത് തോമസ് വിളിക്കുന്നു, ഫാദറെ ഒന്ന് നിൽക്ക്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക് നിങ്ങൾ. എന്നാൽ അത് വലിയ കാര്യമാക്കാതെ ഫാദർ അവിടുന്ന് പോവാണ്. ഇതിനുശേഷം പ്രാർത്ഥന നടക്കുന്ന ഒരു ചർച്ച് കാണിക്കുകയാണ്. അവിടെ നിൽക്കുന്ന ഒരു ലേഡിയുണ്ട്, അവരുടെ പേര് മായ എന്നാണ്. തൊട്ടടുത്ത് തന്നെ അവരുടെ ബോയ് ഫ്രണ്ട് റോജിനുണ്ട്. മായയുടെ ഹസ്ബൻഡ് മരിച്ചുപോയി. ഈ റോജിനെയാണ് രണ്ടാമത് ഇവർ വിവാഹം കഴിക്കാൻ പോകുന്നത്. എന്നാൽ റോജിനാണെങ്കിൽ ഒരു ആത്മാർത്ഥതയില്ലാത്ത ഒരു പക്കാ കോഴിയാണ്. ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏതോ ഒരു പെണ്ണിനോട് അവൻ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഈ ഒരു പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഇവർ പുറത്തേക്ക് ഇറങ്ങിയപാട് തന്നെ മായയുടെ മോളായിട്ടുള്ള കേലെ വിളിക്കുന്നുണ്ട്. എന്നാൽ എത്ര തവണ ഫോൺ വിളിച്ചിട്ടും കേല എടുക്കുന്നില്ല. അപ്പൊ മായയുടെ ഒരു ടെൻഷൻ കണ്ടിട്ട് റോജിൻ പറയാണ്, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, അവൾ എന്തെങ്കിലും ബിസിയിലായിരിക്കും, അതുകൊണ്ടായിരിക്കും ഫോൺ എടുക്കാത്തത്. അപ്പൊ മായ പറയാണ്, ശരിയായിരിക്കും, എന്നാലും അവൾ ഇങ്ങനെ ഫോൺ എടുക്കാതിരിക്കും എന്തോ ഒരു മനസ്സിനൊരു വിഷമം പോലെ. റോജിന് നീ ഒരു കാര്യം ചെയ്യോ, അവളോടൊന്ന് സംസാരിച്ച് നോക്കുമെന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ റോജിൻ പറയണത്, നിനക്കറിയാലോ നിന്റെ മോക്ക് എന്നെ ഇഷ്ടമില്ല, എന്നാലും ഞാനൊന്ന് സംസാരിച്ച് നോക്കാം. ഇതിനുശേഷം രണ്ടുപേരും കാറിൽ വന്നിരിക്കുകയാണ്. കാറിൽ കയറിയപ്പോ വീണ്ടും മായ മകളെ കയ്യിലേ വിളിക്കുന്നുണ്ട്. അവള് ഫോൺ എടുക്കുന്നില്ല. ഈ സമയത്താണ് റോജിൻ അവന്റെ പോക്കറ്റിൽ വെച്ച ആ റിംഗ് എടുത്ത് മായക്ക് കാണിക്കുന്നത്. മായ, ഇപ്പൊ ഞാൻ ഈ ഒരു റിംഗ് നിന്നെ അണിയിക്കാൻ പോവാണ്, എനിക്ക് നിന്നെ വിവാഹം കഴിക്കണം, നമ്മുടെ ഈ ഒരു ബന്ധം മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. അവനങ്ങനെ ആ ഒരു റിംഗ് എടുത്ത് കാണിച്ച സമയത്ത് മായക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവാണ്. ഈ കാര്യം പറയാനായിട്ട് കേലെ വിളിക്കുന്ന സമയത്ത് അവള് ഫോൺ എടുക്കില്ല. ആ ഫോൺ അവളുടെ തൊട്ട് മുന്നിൽ തന്നെ നിൽക്കുക, അത് റിംഗ് ചെയ്തോണ്ടിരിക്കുക. അത് മൈൻഡ് ചെയ്യാതെ അവൾ ഓർഡർ ചെയ്ത ന്യൂഡിൽസും കഴിച്ചുകൊണ്ട് തൊട്ടടുത്തുണ്ടായിരുന്ന കൂട്ടുകാരി സൈല അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഫോൺ ഇങ്ങനെ റിംഗ് ചെയ്യുന്ന കണ്ടപ്പോൾ സൈല ചോദിക്കുന്നുണ്ട്, അല്ല കേലെ നിനക്ക് ആ ഒരു ഫോൺ എടുത്തൂടെ, അമ്മയല്ലേ വിളിക്കുന്നത്. ഇപ്പൊ ചെറിയൊരു ദേഷ്യത്തിൽ കേല പറയുന്നുണ്ട്, ഇല്ല എനിക്ക് ഫോൺ എടുക്കാൻ സൗകര്യമില്ല, ഞാൻ അമ്മയോട് പല തവണ പറഞ്ഞതാ അയാളെ കല്യാണം കഴിക്കരുത്, ആളൊരു കള്ളനാ, പരകോഴിയാ, എനിക്ക് ഉറപ്പാണ് എന്റെ അമ്മ അയാൾ ഉറപ്പായിട്ടും നല്ല രീതിയിൽ നോക്കില്ല, എന്റെ അമ്മ അവസാനം കരയും, എനിക്കിത് കാണാൻ കഴിയില്ല, ഞാൻ എത്ര വട്ടം എന്റെ അമ്മയോട് പറഞ്ഞെന്നറിയോ അയാൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് സില പറയാണ്, നീ എന്തൊക്കെയാ ആ ചേട്ടനെ കുറിച്ച് പറയുന്നത്, നിന്റെ വരുംകാല അച്ഛനല്ലേ അയാൾ. അപ്പൊ തന്നെ കേല പറയുന്നുണ്ട്, നീ അങ്ങനെയൊന്നും പറയാൻ നിൽക്കണ്ട, അയാൾ അച്ഛനായിട്ട് പോയിട്ട് എന്റെ ഒരു ഫ്രണ്ട് ആയിട്ട് പോലും എനിക്ക് അയാളെ കാണാൻ പറ്റും, അയാൾ അത്രക്കും വൃത്തികെട്ടവനാ, എനിക്കറിയാം അയാളുടെ സ്വഭാവം. പക്ഷെ അമ്മയോടാണെങ്കിൽ
അല്ലെങ്കിൽ എത്ര പറഞ്ഞിട്ടും അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ സില ചോദിക്കുകയാണ്, എന്തായാലും നിന്റെ അമ്മയുടെ ഡിവോഴ്സ് നടന്നതാണ്, നിന്റെ അച്ഛൻ പോയി, പിന്നീട് അദ്ദേഹം മരണപ്പെട്ടു. അപ്പൊ നിന്റെ അമ്മയ്ക്കും ഒരു ലൈഫൊക്കെ വേണ്ടേ? അപ്പൊ അത് തെരഞ്ഞെടുക്കാനുള്ള അവസരം അല്ലെങ്കിൽ ഒരു ചോയ്സ് അത് അവർക്ക് തന്നെ വിട്ടുകൊടുത്തേക്ക്. അതെന്തിനാ നീ വെറുതെ നോക്കുന്നത്? ഇത് കേട്ടപ്പോ കെയില് പറയാണ്, അല്ല എന്റെ അമ്മയ്ക്ക് നല്ലൊരു പാർട്ട്ണർ ഉണ്ടാവുന്നതിൽ എനിക്ക് എന്താ പ്രശ്നം? പക്ഷെ ആ ഒരു പാർട്ട്ണർ നല്ലതായിരിക്കണം. എന്റെ അമ്മയെ ചതിക്കാൻ വരുന്നവനെ ഒരിക്കലും ഞാൻ വെച്ച് പൊറുപ്പിക്കില്ല. പക്ഷേ എന്ത് ചെയ്യാനാ, എന്റെ അച്ഛൻ ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ അവനെ ഞാൻ ഇടിച്ച് ശരിയാക്കിയാണ്. ഇത് കേട്ട സമയത്ത് സില പറയാണ്, കെയില ഞാൻ ഒരു ഐഡിയ പറയട്ടെ, നിനക്ക് എങ്ങനെങ്കിലും ആ റോജിനെ ഒഴിവാക്കണല്ലേ? ഒരു കാര്യം ചെയ്താലോ, നമുക്ക് നേരെ സെമിത്തേരിയിലേക്ക് പോയിട്ട് നിന്റെ അച്ഛന്റെ ആത്മാവിനോട് സഹായം ചോദിച്ചാലോ? ഇത് കേട്ടപ്പോൾ തന്നെ കെയില പറയാണ്, ഒന്ന് പോയടി അവിടുന്ന്, ഓരോ പൊട്ടത്തരം പറഞ്ഞുകൊണ്ട് വരും. ഇത് പൊട്ടത്തരല്ല, എനിക്കറിയാം ഇതെങ്ങനെ ചെയ്യണമെന്ന്. നമുക്ക് നോക്കാന്ന് പറഞ്ഞിട്ട് അവളിപ്പോ നേരെ കാറിലേക്ക് വന്ന് കയറാണ്. ഇതേ സമയത്തിന് അവളുടെ അമ്മ മായ ഒരു ഫോട്ടോ വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട്. നോക്കുമ്പോ എന്താ, റോജിന് ഇട്ടുകൊടുത്ത ആ ഒരു മോതിരം ഉണ്ടല്ലോ, അതിന്റെ ഫോട്ടോ ആണ് ഇട്ടത്. ഇത് കണ്ട സമയത്ത് കെയിലേക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഫോണും താഴെ വെച്ച് ഇപ്പൊ സിലിയോട് പറയാണ്, നീ നേരത്തെ പറഞ്ഞല്ലേ എന്തോ ഒരു പരിപാടി ഉണ്ടെന്ന്, എന്താ അതിന്റെ പേര്? ഇപ്പൊ അവള് പറയാണ്, അത് കുറച്ച് കടന്ന കൈയാണ്, അതിന്റെ പേര് ജയിലാങ്കോ എന്നാണ്, നമുക്കത് ചെയ്യാന്ന് ഇപ്പോ കെയില പറയാം. അന്ന് രാത്രി തന്നെ ഇവരതിനുള്ള തയ്യാറെടുപ്പ് എടുക്കുന്നുണ്ട്. ഒരു പ്രത്യേകതരം രൂപമുള്ള ഒരു പാവ അതിനെ ഉണ്ടാക്കിയിട്ട് അതുമായിട്ട് ഇവർ നേരെ സെമിത്തേരിയുടെ ഭാഗത്തേക്ക് പോവാണ്. ആ പാവയുടെ പേരാണ് ജയിലാങ്കോ. ഇനിയിപ്പോ ഈ പാവ വെച്ച് ചെറിയൊരു പരിപാടി ചെയ്യാണ്ട്. പക്ഷെ ഇത് ചെയ്യുന്നതിന് മുന്നേ തന്നെ സെമിത്തേരിയിലേക്ക് പോകുമ്പോൾ കെയില സിലയോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, അല്ല നമ്മളിപ്പോ വിളിക്കാൻ പോകുന്നത് എന്റെ അച്ഛന്റെ ആത്മാവിനെയാണല്ലോ, ഇനി സപ്പോസ് എന്റെ അച്ഛന്റെ ആത്മാവിന്റെ കൂടെ വേറെ ആരെങ്കിലും വന്നാലോ? ഇപ്പൊ സില പറയാണ്, എടി മണ്ടി, നമ്മൾ നിന്റെ അച്ഛന്റെ ആ ഒരു കല്ലറയുണ്ടല്ലോ അവിടെ പോയിട്ടാ നിന്റെ അച്ഛനെ വിളിക്കാൻ പോകുന്നത്. സോ വേറെ ആരും നമ്മുടെ കൂടെ വരാൻ പോകുന്നില്ല, നിന്റെ അച്ഛൻ മാത്രമേ വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കെയിലയും കൂടെ അവളുടെ കൂടെ പോയിട്ട് അച്ഛന്റെ കല്ലറയുടെ തൊട്ടടുത്ത് പോയിട്ട് കെയില സില പറയുന്ന കാര്യങ്ങളൊക്കെ ചൊല്ലുന്നുണ്ട്. അതുപോലെ തന്നെ അവൾ പറയുന്ന ചില ചടങ്ങുകളും ചെയ്യുന്നുണ്ട്. അതായത് ഇവർ കൊണ്ടുവന്ന ആ ഒരു പാവയുണ്ടല്ലോ ജയിലാങ്കോ, അതിനെ എടുത്ത് ഈ ഒരു കല്ലറയുടെ മുകളിൽ വെക്കുകയാണ്. രണ്ടുപേരും പിന്നീട് ആ ഒരു പാവയെ പിടിച്ചു. പിന്നീട് സില പറയുന്ന ആ ഒരു പാട്ട് കെയില പാടുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കുറച്ചു നേരം അതങ്ങനെ പാടിയ സമയത്ത് ഈ പാവയ്ക്ക് എന്തോ ഒരു അനക്കം പോലെ അത് പിന്നിലേക്കൊന്ന് വീഴുകയാണ്. പേടിച്ചു പോയി രണ്ടുപേരും കൈയെടുക്കുന്നുണ്ട്. എന്നാൽ അപ്പൊ തന്നെ അത് വീണ്ടും എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഈ സമയത്ത് സില ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ ഈ കൂട്ടത്തിൽ ആരാണ് കെയില? ഈ നേരത്ത് ആ പാവ ജയിലാങ്കോ എന്ന് പറഞ്ഞ ആ ഒരു പാവ നേരെ കെയിലയെ തന്നെ നോക്കുകയാണ്. അതോടുകൂടിയിട്ട് സില ഉറപ്പിക്കുകയാണ്, ഇത് നിന്റെ അച്ഛൻ തന്നെയാ. ചോദിച്ചോ, ഇനി നിനക്ക് എന്താ വേണ്ടെന്ന് ചോദിച്ചോന്ന് സില പറഞ്ഞപ്പോ കെയില പറയാണ്, അച്ഛാ എന്റെ അമ്മയുടെ അവസ്ഥ അറിയാലോ, അമ്മ ഇപ്പോ ഒരു കള്ളനെയാണ് കൂട്ടുപിടിച്ചിരിക്കുന്നത്, അയാൾ എന്റെ അമ്മയുടെ കൂടെ വേണ്ട, അവർ രണ്ടുപേരും എങ്ങനെയെങ്കിലും പിരിയണമെന്ന് അവളുടെ ആഗ്രഹം പറയണം. ഇതേ നേരത്ത് അവിടുത്തെ സെക്യൂരിറ്റി വരുന്നുണ്ട്. ഇയാൾ അങ്ങോട്ടേക്ക് ടോർച്ച് അടിച്ച്, ആരവിടെ, എന്താ ഈ നേരത്ത്? വേഗം തന്നെ ആ ഒരു പാവയുമായിട്ട് കെയിലയും സില എഴുന്നേൽക്കാണ്. അവര് പറയാണ്, ഇല്ല ചേട്ടാ, ഇവളുടെ അച്ഛൻ മരിച്ചുപോയി, അപ്പോ ഇന്ന് ഓർമ്മ ദിവസമാണ്, അതുകൊണ്ടൊന്ന് വന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വേഗം പോയിട്ട് കാറിൽ കയറിയിരിക്കുകയാണ്. ഇതേ നേരം തന്നെ കെയില ചോദിക്കുന്നുണ്ട്, സില പറഞ്ഞ പോലെ തന്നെ എല്ലാം നടക്കുമോ? ഇപ്പൊ സില പറയാണ്, വന്നത് നിന്റെ അച്ഛനാണെങ്കിൽ ഉറപ്പായിട്ട് നിന്റെ ആഗ്രഹം സാധിച്ചു. ഈ സമയത്ത് സൈഡ് മിററിലൂടെ കെയില എന്തോ ഒന്ന് കാണുന്നുണ്ട്. അതായത് ഇവരുടെ പിന്നിൽ എന്തോ വരുന്നത് പോലെ. സത്യമായിരുന്നു, ഇവർ ആ ഒരു സെമിത്തേരിയിൽ നിന്ന് വന്നതിന് ശേഷം ഇവരുടെ പിന്നാലെ ആരോ ഒരാൾ കൂടിയിട്ടുണ്ട്. എന്നാൽ കെയില തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ആരെയും കാണാനില്ലായിരുന്നു കേട്ടോ. എന്തായാലും രാത്രിക്കിൽ ആ ഒരു പരിപാടിയെല്ലാം കഴിഞ്ഞ് അവള് നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് വന്ന് നോക്കിയപ്പോൾ സോഫയിൽ തന്നെ അവള് കാത്തു നിന്ന് അവളുടെ അമ്മ ഉറങ്ങിപ്പോയിട്ടുണ്ട്. വളരെ സ്നേഹത്തോടു കൂടി തന്നെ അമ്മയെ അവള് നോക്കി നിൽക്കുകയാണ്. അമ്മയോട് അത്ര ഇഷ്ടമാണ് അവൾക്ക്. എന്തായാലും അമ്മയുടെ ദേഹത്ത് ഒരു തുണിയെല്ലാം പൊതിച്ചു കൊടുത്ത് അവള് നേരെ മുകളിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ അവിടെ ആ സ്റ്റെയർ കേസിന്റെ ഭാഗത്ത് ദാണ്ടെ അവളുടെ അമ്മ നിൽക്കുന്നു. എന്നിട്ട് അവളുടെ അമ്മ ചോദിക്കുകയാണ്, ഇത്രയും നേരം നീ എവിടെയായിരുന്നടി, നീ എന്താക്കുമായിരുന്നു? പാകം ഞെട്ടിപ്പോയ നമ്മുടെ കെയില സോഫയിൽ കിടക്കുന്ന അമ്മയെ നോക്കുകയാണ്. നോക്കുമ്പോൾ അമ്മ അവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഇപ്പൊ അവളോട് സംസാരിച്ച ആരാണ്? ഇപ്പൊ സ്റ്റെയർ കേസിന്റെ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ആരുമില്ല. കെയിലയുടെ നെഞ്ച് ഒന്ന് കാളി പോവാണ്. ഇന്ന് രാത്രി സെമിത്തേരിയിൽ പോയിട്ട് ഓരോ പരിപാടികളൊക്കെ കാണിച്ചല്ലോ, ഇനി അത് കാരണമായിരിക്കും അതൊക്കെ കാണുന്നേ എന്ന് അവൾക്ക് തോന്നുകയാണ്. പക്ഷെ പിന്നീട് തോന്നി, അതൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് നേരെ റൂമിലേക്ക് വന്ന് അവൾ കിടന്നുറങ്ങുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ സ്കൂളിൽ പോകാനായിട്ട് എല്ലാം റെഡിയാക്കി ബാഗ് എടുത്ത് സ്കൂളിൽ പോകാൻ നേരത്ത് അവളുടെ അമ്മയുണ്ടല്ലോ മായ റോജിനുമായിട്ട് സംസാരിക്കുന്നത് അവള് കേൾക്കുകയാണ്. റോജിനെ, നീ ഒന്നും പറയണ്ട, നീ വെറും കള്ളനാണെന്ന് എന്റെ മകള് പല വട്ടം പറഞ്ഞതാ, എന്നിട്ടും ഞാൻ വിശ്വസിച്ചില്ല. എന്നെ കൂടാതെ നിനക്ക് വേറെ സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടല്ലേ, നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഇനി നമ്മൾ യാതൊരു ബന്ധവുമില്ല. ഇത് കേട്ടപ്പോൾ കെയിലേക്ക് ഭയങ്കര സന്തോഷമാവാണ്. അതായത് ഇന്നലെ അച്ഛനോട് ചോദിച്ച കാര്യം അച്ഛൻ സാധിച്ചു കൊടുത്തിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമായല്ലോ. എന്തായാലും ഇന്നലെ ആ ഒരു ചടങ്ങ് ചെയ്യാൻ ഉപയോഗിച്ച ആ ഒരു പാവ ഇനി അതിന്റെ ആവശ്യമില്ലല്ലോ, ജയിലാങ്കോ. അതുകൊണ്ട് തന്നെ പാവയെ നേരെ കൊണ്ടുപോയിട്ട് ഡസ്റ്റ്ബിന്റെ ഉള്ളിൽ ഇടുകയാണ്. എന്നിട്ട് അവൾ നല്ല ഹാപ്പി ആയിട്ട് സ്കൂളിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ അവൾ പോയ സമയത്ത് ആ പാവ അവളുടെ നേരെ തലതിരിച്ച് വെക്കുകയാണ്, അവളെ തന്നെ നോക്കുകയാണ്. എന്തായാലും ഇപ്പൊ നമ്മുടെ കെയില സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. നേരെ സിലയുടെ അടുത്തേക്ക് പോയിട്ട് പറയാണ്, സില താങ്ക് യു, നീ പറഞ്ഞ കാര്യം വർക്കായി കേട്ടോ, എന്റെ അമ്മയും അവനും അടിച്ച് പിരിഞ്ച്. എന്നാൽ ഇത് പറയുന്ന സമയത്ത് അത്ര നോർമൽ ആയിട്ടല്ല സില അത് കേൾക്കുന്നത്. ശരിയല്ലേ, എന്നിട്ട് ഒരുമാതിരി രീതിയിൽ ഒരു ചിരിയും. അപ്പൊ കേളി ചോദിക്കുന്നുണ്ട്, അല്ല സില, നിനക്ക് എന്താ പറ്റിയത്? നിന്റെ കഴുത്തിന്റെ ഭാഗത്ത് എന്താ ഒരു പാട് പോലെ? അവളിങ്ങനെ മുടി മാറ്റി നോക്കുമ്പോൾ കഴുത്തിന്റെ ഈ സൈഡിലായിട്ട് അത്യാവശ്യം പരന്ന രീതിയിലുള്ള ഒരു പാട് കാണുന്നുണ്ട്. ബലമായിട്ട് അടിച്ചു കഴിഞ്ഞാൽ തൊലിയിൽ കല്ലിപ്പ് വരില്ലേ, അതുപോലെ. ഇതെന്താന്ന് സിലയോട് ചോദിച്ചപ്പോ, അറിയില്ലടി, ഇന്നലെ രാത്രി എന്തൊക്കെയോ മേലും കൈനൊക്കെ ഭയങ്കര വേദനയായിരുന്നു, ഷോൾഡറിനും നല്ല പോലെ വേദന ഉണ്ടായിരുന്നു. എന്നാ പിന്നെ നമുക്ക് ഡോക്ടറുടെ അടുത്തേക്ക് പോയാലെന്ന് കേളി ചോദിക്കുമ്പോൾ, അതൊന്നും വേണ്ട, ഇത് തനിയെ മാറിക്കോളൂ എന്ന് പറയണം. എന്തായാലും അന്നത്തെ സ്കൂളൊക്കെ കഴിഞ്ഞു. കേളിപ്പോ നേരെ വീട്ടിലേക്ക്
വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്ന് അവളൊരു കാര്യം കണ്ട് ഞെട്ടിപ്പോവാണ്. ഇന്ന് രാവിലെ അടിച്ചു പിരിഞ്ഞ അവളുടെ അമ്മ മായ അതുപോലെ തന്നെ റോജിൻ രണ്ടുപേരും അവരുടെ വഴക്കെല്ലാം തീർത്ത് ഒരുമിച്ചിരുന്ന് കളിതമാശകൾ പറയുന്നു. ആകെ വിഷമായിട്ട് അവള് നേരെ റൂമിലേക്ക് പോയിരുന്നു അവളുടെ അച്ഛനോട് സംസാരിക്കാൻ തുടങ്ങണം. അച്ഛൻ എന്തീ കാണിച്ചത്? അറിയാലോ അവർ രണ്ടുപേരും ഒരുമിക്കുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. അവൻ കള്ളനാ, എന്റെ അമ്മ അവൻ ചതിക്കും. ദയവ് ചെയ്തിട്ട് അവർ ഒരുമിപ്പിക്കാൻ വിടല്ലേ എന്ന് പറയാണ്. ഈ സമയത്താണ് കെയില ഒരു കാര്യം കാണുന്നത്. അവളുടെ ബാഗിൽ അവൾ കളഞ്ഞ ആ പാവ, ആ ജയിലാങ്കോ. അതുകൊണ്ട് ആദ്യം ഒന്നും അവൾ ഞെട്ടുന്നുണ്ട്, എന്നാ ഒന്നും നോക്കിയില്ല. അവൾ നേരെ ആ ഒരു പാവയെടുത്ത് രാവിലെ ഇട്ടതുപോലെ തന്നെ ആ ഒരു ഡസ്റ്റ്ബിന്നിൽ വീണ്ടും കൊണ്ടുപോയിടുകയാണ്. അങ്ങനെ അന്ന് രാത്രിയായി നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. തണുപ്പായതുകൊണ്ട് തന്നെ കെയില നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. എന്നാൽ ഈ സമയത്ത് ഇടിമിന്നലിന്റെ വെളിച്ചത്തിൽ അവളുടെ റൂമിൽ ആ ഒരു കണ്ണാടി കണ്ടു. അതിന്റെ ഉള്ളിലേക്ക് നിങ്ങളൊന്ന് നോക്കി. ഒരു കറുത്ത രൂപം, ഒരു കന്യാസ്ത്രീയുടെ വസ്ത്രം ധരിച്ച് അവിടെ നിൽക്കുകയാണ്. അവളെ തന്നെ രൂക്ഷമായി നോക്കിക്കൊണ്ട്. പെട്ടെന്നാണ് ഒരു ഇടിമിന്നൽ വരുന്നത്. അതിന്റെ ശബ്ദം കേട്ട് അവൾ ചാടി എഴുന്നേൽക്കുകയാണ്. ആളൊന്നും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നെഞ്ചത്തൊന്ന് കൈവച്ച് ഹൗ എന്റെ അമ്മേ ഇതും പറഞ്ഞ് അവള് വീണ്ടും കിടക്കുകയാണ്. എന്നാൽ ഇതേ നേരം മുകളിൽ നിന്നും, അതായത് വീടിന്റെ ആ ഒരു സീലിംഗിന്റെ ഭാഗത്തു നിന്നും ഒരു രൂപം പതിയെ പതിയെ അവളുടെ നേർക്ക് വന്ന് അവളുടെ വായിലേക്ക് കറുത്ത നിറത്തിലുള്ള ഒരു ദ്രാവകം ഛർദ്ദിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവൾ ഇറുക്കി പിടിക്കുന്നുണ്ട്. എന്താ സംഭവിക്കുക? ഉറക്കനെ കരിയില്ലേ? അതുപോലെ തന്നെ കയ്യില ഉറക്കനെ കരിയാണ്. പിന്നീട് അവളുടെ ആ ഒരു കരച്ചിൽ കേട്ട് അങ്ങോട്ടേക്ക് മായ ഓടി വരുന്നുണ്ട്. വരുന്ന സമയത്ത് ഈ ഷോക്ക് അടിപ്പിക്കുന്ന മെഷീൻ ഉണ്ടല്ലോ, ഈ കള്ളന്മാരൊക്കെ വന്നാൽ രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്ന ചെറിയൊരു ടൂളാണ്. അതെടുത്ത് അവർ മുകളിലേക്ക് ഓടി വന്ന് നോക്കുമ്പോൾ ചുമരിൽ കൈയും വെച്ച് മുഖവും വെച്ച് പൊത്തിയിട്ട് അവളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മായ വന്ന് വിളിച്ചപ്പോൾ അവളൊന്ന് ഞെട്ടിപ്പോണ്. എന്താ മോളെ ചോദിച്ചപ്പോൾ ഒന്നുമില്ല അമ്മ, ഞാൻ എന്തോ ഒരു സ്വപ്നം കണ്ട് പേടിച്ചു എന്ന് പറയണം. എന്തായാലും അവളെ ഒന്ന് ആശ്വസിപ്പിച്ച് അവളുടെ കൂടെ കുറച്ചു നേരം ഇരുന്ന് അവളൊന്ന് ഉറക്കി കൊടുത്തിട്ടാണ് പിന്നീട് മായ താഴേക്ക് പോകുന്നത്. പിറ്റേ ദിവസം രാവിലെ അടുക്കളയിൽ ഓരോ ജോലികൾ മായ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും മായയുടെ ഉള്ളിൽ ഒരു കൺഫ്യൂഷൻ, എന്തായിരിക്കും ഇന്നലെ മോൾക്ക് സംഭവിച്ചത്? ഇതും ആലോചിച്ച് തിരിഞ്ഞ സമയത്ത് താണ്ടെ വടി പോലെ ബേക്കിൽ ഒരാൾ നിൽക്കുന്നു. മറ്റാരുമല്ല, കെയില് തന്നെ. പെട്ടെന്നായതുകൊണ്ട് മായ ഒന്നും ഞെട്ടിപ്പോയി. ഇപ്പൊ മായ അവളെ ഒന്ന് അടിമുടി നോക്കിയ സമയത്ത് അവളുടെ കയ്യിൽ ആരോ കടിച്ചതുപോലെ ഒരു പാട് കാണുന്നുണ്ട്. അപ്പൊ അത് തൊട്ട് നോക്കി ഇതെന്താ മോളെ എന്താ പറ്റി ചോദിക്കുമ്പോൾ കെയില് പറയണ ഒന്നുമില്ല അമ്മ, അതെന്തോ ഒരു പാടാണ്. ഇതും പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ട്രെയിൽ നിന്നും ഒരു ആപ്പിൾ എടുത്ത് കഴിച്ചുകൊണ്ട് അവൾ നേരെ സ്കൂളിലേക്ക് പോവാണ്. സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ എത്തിയ സമയത്ത് അവളുടെ ചെവിയിൽ ആരോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അവള് മരിച്ചു, അവള് മരിച്ചു, അവള് മരിച്ചു. ആർക്കായാലും ഒരു സംശയം ഉണ്ടാവുമല്ലോ, ആരാണ് എന്റെ ചെവിയിൽ വന്ന് ഇത് പറയുന്നതെന്ന്. അതുകൊണ്ട് തന്നെ അവളിങ്ങനെ ചുറ്റും നോക്കുന്നുണ്ട്, ആരാണ് ഈ പറയുന്നതെന്ന്. അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് ദൂരെയായിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ കറുത്ത രൂപമുള്ള ഒരു സാധനം, അത് ഈ വെളുത്ത നിറത്തിലുള്ള ഒരു കന്യാസ്ത്രീ ധരിക്കുന്ന പോലെ വസ്ത്രം ധരിച്ച് അത് അവിടെ നിൽക്കുന്നുണ്ട്. അവൾ നോക്കിയപ്പോൾ പെട്ടെന്ന് അതിനെ കാണാതാവുന്നുണ്ട്. ഇതും കഴിഞ്ഞ് അവൾ നേരെ ക്ലാസ് റൂമിലേക്ക് പോയ സമയത്ത് എപ്പോഴും അവിടെ ഉണ്ടാവുന്ന സില ഇപ്പൊ ആ ഒരു ബെഞ്ചിൽ ഇരിക്കുന്നില്ല. അവൾ നേരെ അവിടെ പോയിരിക്കുകയാണ്. അല്ല, ഇവൾക്ക് ഇത് എന്ത് പറ്റി എന്ന് ആലോചിച്ച് അവൾ അങ്ങനെ നിൽക്കുകയാണ്. ഇതേ നേരം തന്നെ ക്ലാസ് തുടങ്ങാനായിട്ടുണ്ട്. ഇപ്പോഴാണ് ഒരാൾ വന്നിട്ട് എല്ലാവരോടും ഒരു സങ്കട വാർത്ത പറയുന്നത്. കുട്ടികളെ, ഒരു സങ്കട വാർത്തയുണ്ട്. നിങ്ങളുടെ എല്ലാവരും കൂട്ടുകാരിയായിട്ടുള്ള സില ഇന്നലെ രാത്രി മരണപ്പെട്ടു എന്ന്. ഈ വാർത്ത കേട്ട കെയില ആകെ ഞെട്ടിപ്പോവാണ്. അതുപോലെ തന്നെ കെയിലയെ ഇപ്പൊ ഓഫീസ് റൂമിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. കാരണം ഈ സിലയുടെ അടുത്ത കൂട്ടുകാരിയായിരുന്നല്ലോ അവള്. അവളോട് ഇപ്പൊ ടീച്ചർമാരൊക്കെ ചോദിക്കുന്നുണ്ട്, മോളെ നിന്റെ കൂട്ടുകാരി വ്യത്യസ്തമായ എന്തെങ്കിലും കാര്യം പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ബിഹേവ് ചെയ്യോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ കരഞ്ഞുകൊണ്ട് തന്നെ കെയില് പറയണ, അങ്ങനെയൊന്നും ഇല്ല ടീച്ചറെ, പക്ഷേ ഇന്നലെ അവള് പറഞ്ഞായിരുന്നു അവളുടെ ഷോൾഡറിന് വല്ലാത്ത വേദന ഉണ്ടായിരുന്നു എന്നൊക്കെ. അതുപോലെ തന്നെ കെയില് ചോദിക്കുന്നുണ്ട്, ടീച്ചറെ നിങ്ങളൊക്കെ എന്നെ പറ്റിക്കുകയാണോ, ശരിക്കും അവള് മരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ അതേ സ്കൂളിൽ ടീച്ചറായിട്ടുണ്ടായിരുന്നു നമ്മുടെ തോമസ് പറയണം, കെയില നീ കേട്ടത് ശരിയാണ്, ഇന്നലെ രാത്രി എന്തിനാണെന്ന് അറിയില്ല അവൾ അവളുടെ റൂമിൽ തൂങ്ങി മരിച്ച നിലയിൽ ഞങ്ങളെ കണ്ടെത്തി. ഇത് കേട്ട് വീണ്ടും കെയില കരയാൻ തുടങ്ങണം. അതുകൊണ്ട് തന്നെ അവളെ ഇന്ന് വീട്ടിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് തോമസും കൂടെ ഒരു സിസ്റ്ററും പോകുന്നുണ്ട്. അവർ കാറിലാണ് പോകുന്നത്. അങ്ങനെ ഒരു കാറിൽ പോകുന്ന സമയത്ത് എന്തിനാണെന്ന് അറിയില്ല കെയില കുറച്ച് വ്യത്യസ്തമായിട്ട് ബിഹേവ് ചെയ്യാണ്. അവൾ ഓരോ പാട്ടുകൾ പാടാൻ തുടങ്ങുകയാണ്. ഇപ്പൊ അവര് സിസ്റ്റർ ചോദിക്കുന്നുണ്ട്, എന്താണ് കെയില, എന്താ പറ്റിയത്, എന്തിനാ നീ ഇങ്ങനെ പാട്ട് പാടുന്നത്? അവരിപ്പോ കാറ് നിർത്തുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ കാറിന്റെ പുറത്ത് അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു കാട്ടിൽ ഒരു കറുത്ത നായൻ നിൽക്കുന്നത് അവൾ കാണുന്നുണ്ട്. കുറച്ചു നേരം അതിനെ നോക്കിയതിനു ശേഷം അവളുടെ തല ആ കാറിന്റെ ചില്ലിനിട്ട് അവൾ അടിക്കാൻ തുടങ്ങുകയാണ്. തലയെല്ലാം പൊട്ടി അവളുടെ തലയിൽ നിന്നും ചോര വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ തോമസ് കാറിന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. മോളെ നീ എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോ വളരെ രൂക്ഷമായ രീതിയിൽ കെയില ഇപ്പൊ തോമസിനെ നോക്കിയിട്ട് ഈ പുരാതനമായ ബൈബിളിലൊക്കെ ഒരു ഭാഷയുണ്ട്, ലത്തീൻ ഭാഷ. ആ ഭാഷയിൽ ഇപ്പൊ തോമസിനോട് അവൾ സംസാരിക്കുകയാണ്. നിങ്ങളൊക്കെ എന്താ കരുതിയത്, ദൈവത്തിന് ഈ ലോകത്തെ രക്ഷിക്കാൻ കഴിയുന്നു? ഒരിക്കലുമില്ല. പിന്നീട് അവളുടെ ബോധം പോവാണ്. തോമസ് വേഗം തന്നെ അവളെ വീട്ടിലാകുന്നുണ്ട്. ഇതിനുശേഷം ചർച്ചിലേക്ക് തിരിച്ചെത്തി ഫാദറിന് പോയിട്ട് കാണുന്നുണ്ട്. നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പൊ ഫാദർ പറയാണ്, ലത്തീൻ ഭാഷയിലോ? ആ ഭാഷയിൽ ആ കുട്ടി അങ്ങനെ സംസാരിക്കണമെങ്കിൽ ഇതൊരു സാധാരണ വിഷയമല്ല, ഇത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യമല്ല തോമസ്. അദ്ദേഹത്തെ തന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിക്കണം, ഫാദർ എബ്രഹാമിനെ. ഇവിടെ സീൻ അടുത്ത സീനിൽ കാണിക്കുന്നത് ബാധ കയറിയ ഒരു കുട്ടിയെ എക്സോസിസം ചെയ്യുന്ന മൈക്കിൾ എന്നൊരു ചെറുപ്പക്കാരനെയാണ്. അത്ര നിസാരമായിരുന്നില്ല. ബാധ കയറിയ ആ ഒരു കുട്ടി അവനെ വല്ലാതെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെടുത്ത് എറിയുന്നുണ്ട്. എന്നാൽ ഒരു ഘട്ടത്തിൽ അവന്റെ രണ്ട് കൈകളും ചേർത്ത് പിടിച്ച് മൈക്കിൾ ഇപ്പോൾ ചില മന്ത്രങ്ങളൊക്കെ ചൊല്ലാൻ ആരംഭിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ മൈക്കിളിനോട് ആ കുട്ടി അവന്റെ അമ്മയുടെ ശബ്ദത്തിൽ സംസാരിക്കുകയാണ്, മൈക്കിളെ ഇത് ഞാനാണ്, നീ എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? കുറച്ച് സമയം മൈക്കിളുടെ ശ്രദ്ധയൊന്ന് പാളിപ്പോയി. അതേ നേരം തന്നെ ആ ബാധ കയറിയ കുട്ടി അവനെ തിരിച്ച് അറ്റാക്ക് ചെയ്യാണ്. കറക്റ്റ് ഇതേ സമയത്താണ്
അങ്ങോട്ടേക്ക് ഫാദർ എബ്രഹാം വരുന്നത്. അദ്ദേഹം വന്ന് ചില മന്ത്രങ്ങൾ ചൊല്ലി ആ ഒരു കുട്ടിയെ ഒതുക്കി നിർത്തുകയാണ്. ആ സമയത്ത് ദയനീയമായിട്ട് തന്നെ ആ ഒരു കുട്ടി ഇപ്പോ മൈക്കിളുടെ അമ്മയുടെ ശബ്ദത്തിൽ കരയാണ്. മൈക്കിളെ, ഇത് ഞാനാടാ, നിന്റെ അമ്മയാ, എനിക്ക് വല്ലാതെ വേദനിക്കുന്നു, എന്നെ വേദനിപ്പിക്കില്ലെന്ന് ഇയാളോട് നീ പറയാന്ന് പറയാണ്. ഇതെല്ലാം കേട്ട് മൈക്കിളിന്റെ ശ്രദ്ധ ആകെ മാറുന്നുണ്ട്. ആ സമയത്ത് ഫാദർ എബ്രഹാം പറയുന്നുണ്ട്, മൈക്കിളെ, ഇത് നിന്റെ അമ്മയല്ല, നിന്റെ ശ്രദ്ധയും വിശ്വാസവും ഒരുമിച്ച് മുറുകി പിടിച്ചോ, കൈവിട്ട് പോകരുതെന്ന് പറയാണ്. അങ്ങനെ ഫാദർ കൊടുത്ത ആ ഒരു ധൈര്യത്തിന്റെ പുറത്ത് ഫാദറിന്റെ കൂടെ കട്ടക്ക് നിൽക്കുകയാണ് മൈക്കിള്. അങ്ങനെ അവസാനം ആ കുട്ടിയുടെ ഉള്ളിലേക്ക് കയറിയ ബാധയെ ഇവർ ഒഴിവാക്കുകയാണ്. അത് ചെറിയൊരു ടാസ്ക് ആയിരുന്നില്ല, ഒരുപാട് കഷ്ടപ്പെട്ടവര്. എന്തായാലും അതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വന്ന സമയത്ത് മൈക്കിൾ ആകെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മൈക്കിള് ഫാദർ എബ്രാഹിമിനോട് ഒരു കാര്യം പറയുന്നുണ്ട്, ഫാദറെ, ഞാൻ പറയുന്നോണ്ടൊന്നും തോന്നരുത്, എനിക്ക് ഇനിയുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല. ഇപ്പൊ ഫാദർ എബ്രഹാം ചോദിക്കുകയാണ്, നീ എന്താ ഈ പറയുന്നത്, നിന്നെപ്പോലെ ഒരാളെ ഇനി ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പൊ മൈക്കിള് പറയാണ്, ഫാദറെ, അതല്ല വിഷയം, ഇതിപ്പോ ഒരുപാട് തവണയായി ഇതുപോലെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നു. അതായത് ഈ ആത്മാക്കൾ എന്റെ അമ്മയുടെ ശബ്ദത്തിലാണ് സംസാരിക്കുന്നത്. അവരെന്റെ വീക്ക്നെസ് മനസ്സിലാക്കി എന്റെ ശ്രദ്ധ മാറിപ്പോവാണ്. ഞാൻ ഇനി ഫാദറിന്റെ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ ഫാദറിന്റെ ജീവനാണ് അത് ആപത്ത്. എനിക്ക് മിസ്റ്റേക്ക് വന്നു പോവാണ് ഫാദറെ. സത്യം പറയുകയാണെങ്കിൽ ഞാൻ എന്റെ കാര്യം ആലോചിച്ച് പേടിച്ചല്ല ഇവിടുന്ന് പോകുന്നത്. എന്റെ കൂടെയുള്ള ഫാദറെ, നിങ്ങളുടെയും ബാക്കിയുള്ളവരുടെയും കാര്യം ആലോചിച്ചിട്ടാണ്. ഞാൻ ഇനി നിങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ധൈര്യമില്ലാത്ത ഈ മനസ്സുമായിട്ട് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല, അത് നിങ്ങൾക്ക് വലിയ ആപത്താകും. ഇത് പറഞ്ഞ് അവൻ അവിടുന്ന് പോവാണ്. അതുപോലെ തന്നെ ഫാദർ എബ്രഹാം ഇപ്പോ നമ്മുടെ തോമസിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ഫാദർ ഉണ്ടല്ലേ, അദ്ദേഹം വിളിപ്പിച്ചതുകൊണ്ട് നേരെ അങ്ങോട്ടേക്ക് പോവാണ്. ഇപ്പൊ എബ്രഹാമിനെ കണ്ടപാട് തന്നെ ഇവിടുത്തെ ഫാദർ ചോദിക്കുന്നുണ്ട്, അല്ല, നിന്റെ ആ സഹായിയായിട്ടുള്ള മൈക്കിൾ അവൻ എവിടെ പോയി ചോദിക്കുകയാണ്. നടന്ന കാര്യങ്ങളെല്ലാം ഫാദർ എബ്രഹാം പറയുന്നുണ്ട്. ഓഹോ, അപ്പോ നീ ഇപ്പൊ ഒറ്റയ്ക്കാണ്, ഈ പ്രായത്തിൽ ഒറ്റയ്ക്കൊന്നും നിനക്ക് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല, നല്ലൊരു സഹായി കൂടെ വേണമല്ലേ? ഇത് കേട്ടപ്പോ എബ്രഹാം പറയാണ്, ഫാദറെ, അങ്ങനെ ഏതെങ്കിലും ഒരാളെ കൂടെ കൂട്ടാനൊന്നും പറ്റില്ല, നല്ല വിശ്വാസിയായിരിക്കണം, അതിനേക്കാൾ ഉപരി നല്ല ധൈര്യം ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരാളെ വേണമല്ലേ? ഇതേ സമയത്തിന് ഫാദർ അവിടെ ഗാർഡിൽ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ തോമസിനെ കാണാണ്. നിനക്ക് പറ്റിയ ഒരാളുണ്ട്, ഞാൻ ഒന്ന് സംസാരിച്ചു നോക്കട്ടെ എന്ന് പറയണം. എന്നിട്ട് ഫാദർ നേരെ പോയിട്ട് തോമസിനോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ തോമസ് പറയണം, ഫാദറെ, ഞാൻ ഓൾറെഡി ഇവിടുത്തെ ഈ ഒരു ജോലിയെല്ലാം ഒഴിവാക്കി പോകാൻ നിൽക്കുകയാണ്. ആ നേരത്താണോ ഫാദർ എന്നെ ഇങ്ങനെ ഒരു ജോലി ഏൽപ്പിക്കുന്നത്, അതും എക്സോസിസ് ഒക്കെ? എനിക്ക് അതിന് താല്പര്യമില്ല എന്ന് പറയാണ്. എന്നാൽ ഇതേ സമയത്തിന് ഫാദർ പറയാണ്, ശരി, ഞാനൊരു ഒരു ഓഫർ നിനക്ക് തരാം. ഈ ഫാദർ എബ്രഹാമിന്റെ കൂടെ നിന്ന് നമ്മുടെ കേലിയുടെ കാര്യങ്ങൾ നന്നായിട്ട് നീ ഡീൽ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നിന്നെ ഇവിടുന്ന് പോകാൻ വേണ്ടി ഞാൻ ഹെൽപ്പ് ചെയ്യാം, ബാക്കിയുള്ള എല്ലാ സഹായം ഞാൻ ചെയ്യും. എന്നാൽ അത് കേട്ടിട്ടും തോമസ് പറയാണ്, ഫാദർ, എനിക്കതിന് താല്പര്യമില്ല, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവൻ പോവാൻ നിൽക്കുമ്പോൾ ഫാദർ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, തോമസേ, നീ നിന്റെ കൂടപ്പറപ്പുകളെ നഷ്ടപ്പെട്ട് എത്ര വേദനയിൽ നിൽക്കുകയാണോ അതേ വേദനയിലാണ് ആ ഒരു കുട്ടിയും. ചങ്കും കരളുമായിട്ട് നടന്നതാ ആ രണ്ടെണ്ണം. അപ്പൊ അത് പോയ പിന്നെ അതിന് വല്ലാത്ത വിഷമമുണ്ട്, ആ വിഷമം നീ ഒന്ന് മനസ്സിലാക്കണം. അത് നോക്കിയെങ്കിലും അതിനൊന്ന് സഹായിക്കാൻ പറ്റുമോ ചോദിക്കുമ്പോൾ തോമസ് പറയണം, ഫാദർ, എന്നെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പോവുകയാണ്. ഇതേ നേരത്തെ തന്നെ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന കെയിലെ കാണിക്കുകയാണ്. ആരോടും സംസാരിക്കുന്നില്ല, ഒരു പ്രത്യേക ഭാവത്തിൽ അങ്ങനെ ഇരുന്ന് കയ്യിലുണ്ടായിരുന്ന പേന കൊണ്ട് അവൾ ഇടക്കിടക്ക് കാണുന്ന ആ ഒരു രൂപത്തെ പുസ്തകത്തിൽ വരച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെ ഒരു പാട്ടും പാടുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കണ്ടപ്പോൾ അവളുടെ ടീച്ചർ പറയാണ്, എന്താ നീ കാണിക്കുന്നത്, മിണ്ടാതിരിക്കുന്നു പറയാണ്. ഇത് കേട്ട സമയത്ത് കെയില വല്ലാതെ വയലന്റ് ആവുകയാണ്. ടീച്ചറിന്റെ നേരെ നോക്കി രണ്ട് അലറിയിട്ട് കയ്യിലുണ്ടായിരുന്ന പേന ഉപയോഗിച്ച് കയ്യിലേക്ക് കുത്തി 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 ചോര വരുത്തിക്കുകയാണ്. ആ കൂടെ ഒച്ചയും ബഹളുമായി. ശബ്ദം കേട്ട് നമ്മുടെ തോമസ് അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. തോമസ് വേഗം തന്നെ ബോധം പോയി നമ്മുടെ കെയിലയും കൂട്ടി നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഹോസ്പിറ്റലിൽ വെച്ച് അവൾക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അവൾ കുറച്ചൊന്ന് നോർമൽ ആയിട്ടുണ്ട്. ഈ സമയത്ത് കെയില തോമസിനോട് സംസാരിക്കുകയാണ്, ടീച്ചറെ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്, ഞാൻ സ്നേഹിക്കുന്ന എല്ലാവരും എന്നെ വിട്ടുപോവാണ്. ആദ്യം എന്റെ അച്ഛൻ, ഇപ്പൊ ശീല. സത്യം പറഞ്ഞാൽ ഞാനിപ്പോ എന്റെ മരണം ആഗ്രഹിക്കുന്നുണ്ട്, ഞാനൊന്ന് മരിച്ചു പോയെങ്കിലെന്ന് ഞാനിപ്പോ ആഗ്രഹിച്ചു പോവാണ്. ഇത് കേട്ടപ്പോ ഫാദർ തോമസ് പറയാണ്, കെയില, ഈ ഭൂമിയിൽ ഒരാൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കാരണത്താൽ അയാൾ എന്തായാലും മരണപ്പെടും, അതൊരു പ്രകൃതി നിയമമാണ്. ചിലപ്പോ നാളെ ഞാനും അത് കഴിഞ്ഞാൽ നീയും, ഓരോരുത്തർക്കും അവരുടെ സമയമാകുമ്പോൾ അവർ പോവേണ്ടേ. അപ്പൊ നല്ല രീതിയിൽ കെയിലെ കാര്യങ്ങൾ തോമസ് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളുടെ ഉള്ളൊന്നും അവൾ തുറക്കാണ്. അന്ന് രാത്രി ആ സെമിത്തേരിയിൽ പോയിട്ട് ഇവർ രണ്ടുപേരും ചെയ്ത ആ ഒരു കാര്യം ഉണ്ടല്ലോ, അത് ഫാദറിനോട് പറയാൻ നിൽക്കുമ്പോൾ ഒരു സിസ്റ്റർ ഉള്ളിലേക്ക് വന്നിട്ട് പറയണം, തോമസെ, ഫാദർ വിളിക്കുന്നുണ്ട്, കെയിലയും കൂട്ടി ഒന്ന് അങ്ങോട്ടേക്ക് വരണം എന്ന് പറയണം. അതുകൊണ്ട് തന്നെ കെയിലക്ക് ആ കാര്യം തോമസിനോട് പറയാൻ പറ്റിയില്ല. പിന്നീട് തോമസ് ഓഫീസ് റൂമിലേക്ക് ചെന്ന സമയത്ത് അവിടെ നമ്മുടെ മായ ഉണ്ടായിരുന്നു, അതായത് കെയിലയുടെ അമ്മ. കെയില ക്ലാസ് റൂമിൽ വെച്ച് കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊക്കെ ഇപ്പൊ മായക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഫാദർ മായോട് സംസാരിക്കുകയാണ്. അതായത് കെയിലയ്ക്ക് എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്, അതൊരു സാധാരണ പ്രശ്നമല്ല, മരുന്നുകൾ ഉപയോഗിച്ച് മാറ്റാൻ കഴിയില്ല, അതിനൊരു എക്സോസിസം ആവശ്യമാണ്. എന്നാൽ ഞങ്ങൾക്കത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല, നിങ്ങളുടെ സമ്മതം ആവശ്യമാണ്. നിങ്ങൾ സമ്മതം തരുമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയണം, ഇല്ല, എനിക്ക് തരാൻ പറ്റില്ല, ഇത് ജസ്റ്റ് അവളുടെ കൂട്ടുകാരി പോയതുകൊണ്ടുള്ള അവളുടെ ഒരു മാനസിക വിഷമം മാത്രമാണ്, അല്ലാതെ അവൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ ഈ എക്സോസിസം ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് മകളെയും കൂട്ടി അവർ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ വെച്ച് ഫാദർക്ക് വേറെ എന്ത് ചെയ്യാനാ, മായയുടെ പെർമിഷൻ ഇല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ അന്ന് രാത്രി നമ്മുടെ തോമസ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവൻ വെച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു റേഡിയോ ഉണ്ടല്ലോ, അതിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുകയാണ്, ചേട്ടാ, ഇത് ഞാനാണ്, ഞാനിപ്പോൾ ഇരുട്ടിലാണ്, എനിക്ക് വല്ലാതെ പേടിയാവുന്നു. അതായത് അവന്റെ അനിയത്തിയുടെ ശബ്ദമായിരുന്നു അത്. ഇത് കേട്ട് അവനൊന്ന്
പകച്ചു പോണ്. ഇത് സത്യമല്ല, തോന്നിയതായിരിക്കുമെന്ന് കരുതിയപ്പോ പെട്ടെന്ന് അവന്റെ പിന്നിൽ നിന്നും ഒരു സ്ത്രീയുടെ രൂപം മുന്നോട്ടേക്ക് വന്നിട്ട് ദേഹത്ത് നിറയെ ചോരയാണ്, എന്നെ രക്ഷിക്കാൻ എനിക്ക് പേടിയാവുന്നെന്ന് പറയാണ്. വണ്ടി ഓടിച്ചുകൊണ്ടൊക്കെയല്ലേ, അവന്റെ കൺട്രോൾ പോയി. എന്തായാലും സഡൻ ബ്രേക്ക് ഇടുകയാണ്. പിന്നീട് വേഗം പിറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും കാണാനില്ല. എന്നാൽ ഇതിനുശേഷം വീട്ടിലേക്ക് എത്തിയ തോമസ് വേഗം തന്നെ നെറ്റിൽ ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുകയാണ്. എന്താണ് ഈ പ്രേതബാധ, അതിനെ തുടർന്ന് ചെയ്യുന്ന ഈ എക്സോസിസം, അതെന്താണ്, ഇതിന്റെ പിന്നിലുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അവൻ മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് കെയില ക്ലാസ് റൂമിൽ വെച്ച് ചില കാര്യങ്ങൾ കാണിച്ചു കൂട്ടിയില്ലേ, ആ നേരത്ത് ആ പേന വെച്ച് അവൾ ഏതോ ഒരു അദൃശ്യ ശക്തിയോട് ഇവിടുന്ന് പോ എന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ആ കുട്ടിക്ക് സഹായം ആവശ്യമാണ്. എന്തായാലും ഫാദർ എബ്രഹാമിന്റെ കൂടെ നിൽക്കാന്ന് തോമസ് ആ രാത്രിയിൽ തീരുമാനിക്കുകയാണ്. പിറ്റേന്ന് തന്നെ അദ്ദേഹത്തോട് പോയിട്ട് ഈ കാര്യം പറയുന്നുണ്ട്. ആ സമയത്ത് ഫാദർ എബ്രഹാം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. തോമസെ, നീ ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന ഈ ഒരു ഫീൽഡ് അത് അത്ര നിസ്സാരമല്ല, വളരെയധികം ഡേഞ്ചറാണ്. നമ്മളുടെ ചെറിയൊരു ശ്രദ്ധയിലുള്ള ഒരു പിഴവ് മതി നമ്മുടെ രണ്ടുപേരുടെയും ജീവൻ പോകാനായിട്ട്. ഈ സമയത്ത് തോമസ് പറയുന്നുണ്ട്, ഫാദറെ, എന്റെ ജീവൻ പോകുന്ന കാര്യം ആലോചിച്ചിട്ട് എനിക്ക് യാതൊരു പേടിയില്ല. പക്ഷേ ബാക്കിയുള്ളവരെ സഹായിക്കാനും അതുപോലെ തന്നെ എക്സോസിസം ചെയ്യാനും മാത്രമുള്ള കഴിവ് അതെനിക്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇപ്പൊ ഫാദർ പറയണ, തോമസെ, ഇത്രയൊക്കെ റിസ്ക് ആണെന്ന് അറിഞ്ഞിട്ടും നീ ഇതിലേക്ക് വന്നില്ലേ, അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഇതിനു മുന്നേ ഉണ്ടായിരുന്ന സഹായി, അതായത് മൈക്കിള്, അവൻ പോവാൻ കാരണം എന്തായിരുന്നു അറിയോ? അവന്റെ മനസ്സ് കുറച്ച് വീക്കാണ്. അവന്റെ വീക്കായിട്ടുള്ള ആ ഒരു മനസ്സ് ഉപയോഗിച്ചാണ് ആത്മാക്കൾ അവനെ ട്രാപ്പിലാക്കാൻ നോക്കിയത്. അതായത് അവൻ ചെയ്ത പാപം, അവന്റെ ഉള്ളിലെ ചില ബുദ്ധിമുട്ടുകൾ, അത് ആ ആത്മാക്കൾ നന്നായിട്ട് ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ തോമസെ, നിന്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ നീ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിലോ ഇപ്പൊ ഇവിടെ വെച്ച് അതെല്ലാം എന്നോട് പറയണം, നീ കുമ്പസരിക്കണമെന്ന് പറയണം. അങ്ങനെ തോമസ് അവന്റെ ഉള്ളിലെ എല്ലാ കാര്യങ്ങളും ഫാദർ എബ്രഹാമിനോട് പറയണം. അതായത് അവന്റെ അനിയത്തിയും അമ്മയും മരിച്ച സമയത്ത് അന്ന് ദൈവത്തോട് അവൻ പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷെ ദൈവം വിളിയേട്ടില്ല. അന്ന് മുതൽ പൂർണ്ണമായിട്ടും ഒരു ദൈവവിശ്വാസി അല്ലാതായിട്ടുമില്ല. എന്നാൽ അവൻ എന്തോ ദൈവത്തോട് ഒരു ഇച്ചിരി കോപവും വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം മനസ്സിൽ നിന്ന് കഴുകിക്കളയാണ്. ഏത് സമയത്തും എപ്പോഴും ആ ഒരു വിശ്വാസം അത് ഭയങ്കരമായിട്ട് ഹാർഡായിരിക്കണം. വിശ്വാസത്തെ എപ്പോഴും മുറുകെ പിടിക്കണം എന്ന് ഫാദർ പറയാണ്. അതുപോലെ ഈ എക്സോസിസം, ഇതിനായിട്ട് നീ ഇറങ്ങുന്നതിന് മുന്നേ ആയിട്ട് തന്നെ എന്താണ് ഈ കാര്യങ്ങൾ എന്നത് വിശദമായിട്ട് പഠിക്കണം. നമ്മൾ കരുതുന്നത് പോലെ മനുഷ്യരുടെ ആത്മാവ് മാത്രമല്ല നമ്മളെ ബുദ്ധിമുട്ടിക്കാനായിട്ട് വരിക, അത് എത്രയോ ചെറുതാണ്. ഈ ലോകത്തിൽ ലൂസിഫറിന്റെ സന്തതികളായിട്ടുള്ള പലജാതി ഐറ്റങ്ങളുണ്ട്. അവറ്റകളൊക്കെ എന്താണ്, അവരുടെ വീക്ക്നെസ് എന്താണ്, ഇതെല്ലാം നീ വിശദമായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അവന് കുറച്ച് പുസ്തകങ്ങൾ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ എക്സോസിസം ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന കുറച്ച് ടെക്നിക്കലും കാര്യങ്ങളും ആയുധങ്ങളും ഹോളി വാട്ടേഴ്സ് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ അവന് കാണിച്ചു കൊടുക്കുകയാണ്. എന്തായാലും ഈ ഡീമൺസിനെ കുറിച്ചൊക്കെ അവൻ നന്നായിട്ട് കുത്തിയിരുന്ന് പഠിക്കുന്നുണ്ട്. ഈ സമയത്ത് കെയിലയുടെ വീട്ടിൽ കാണിക്കാനായിട്ടോ മകൾക്ക് കുടിക്കാനായിട്ട് കുറച്ച് വെള്ളവുമായിട്ട് അങ്ങോട്ടേക്ക് മായ വന്നിട്ടുണ്ട്. എന്നാൽ അവളുടെ ആ ഒരു അവസ്ഥ കണ്ട് മായയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നാണ്. അപ്പൊ മായയ്ക്ക് തോന്നാണ്, മകളെ നന്നായിട്ടൊന്നും ഞാൻ നോക്കുന്നില്ലേ. ഇപ്പോ കെയിലയുടെ അടുത്തേക്ക് വന്നിരുന്ന് മായ സംസാരിക്കുകയാണ്. മോളെ, എന്റെ കല്യാണം എന്റെ ചെറിയ പ്രായത്തിൽ നടന്നു. ഒരു പക്വതയില്ലാത്ത പ്രായത്തിലാണ് എനിക്ക് നിന്നെ കിട്ടിയത്. ആ സമയത്ത് എന്തോ എനിക്ക് നിന്നെ നന്നായിട്ട് നോക്കാൻ പറ്റിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എന്റെ ആ ഒരു തെറ്റ് എനിക്ക് തിരുത്തണം. എനിക്ക് എന്റെ മോളെ നന്നായിട്ട് നോക്കണം. മോൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അമ്മയോട് പറഞ്ഞു, അമ്മ കൂടെ ഉണ്ട് എന്ന് പറയണം. അങ്ങനെ അമ്മയുടെ കൂടെ ഇരുന്ന് കുറെ നേരം കരഞ്ഞ് അവസാനം അവളുടെ മനസ്സ് തുറക്കുകയാണ് കേട്ടോ. അതായത് അന്ന് രാത്രി സിലയും കൂട്ടിയിട്ട് സെമിത്തേരിയിലേക്ക് പോയ കാര്യം അവള് പറയാണ്. എന്തിനാ പോയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, അച്ഛനെ വല്ലാതെ മിസ്സായപ്പോ അച്ഛനെ ഓർക്കാൻ വേണ്ടി ഒന്ന് കാണാൻ വേണ്ടി പോയെന്നേ ഉള്ളൂ. ഇപ്പോഴും അവള് പൂർണ്ണമായിട്ടും സത്യം പറയുന്നില്ല. ഇപ്പൊ മായ പറയണ, മോള് വിഷമിക്കേണ്ട, അമ്മ കൂടെയുണ്ട്. എന്നാൽ ഇതും പറഞ്ഞ് മായ കെയിലെ നോക്കുന്ന സമയത്ത് മായ അത് ഞെട്ടിപ്പോവാണ് കേട്ടോ. ഒരു വല്ലാത്ത കോലത്തില് തൊട്ടടുത്തുണ്ടായിരുന്ന കെയില ഇപ്പൊ മായ നോക്കിയിട്ട് ചിരിച്ചോണ്ടിരിക്കുകയാണ്. കിളി പോവാണ്. കിളി പോയ മായ കുറച്ചേരം ഇതെന്താന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ തരിച്ചിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് നമ്മുടെ കെയില മായ തട്ടി വിളിക്കുന്നുണ്ട്, അമ്മ അമ്മ എന്താ പറ്റിയത്? ഇപ്പൊ സ്വബോധത്തിലേക്ക് തിരിച്ചു വന്ന മായ ഒരു ഇച്ചിരി ഭയത്തോട് കൂടിയിട്ട് കെയിലെ നോക്കുകയാണ്. മോളെ, ഒരു 5 മിനിറ്റ് അമ്മ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പൊ തന്നെ ഫാദർ എബ്രഹാമിനെയും നമ്മുടെ തോമസിനെയും വിളിക്കുന്നുണ്ട്. കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, സമ്മതവും കൊടുക്കുകയാണ്. എന്തിന്? എക്സോസിസം ചെയ്യാൻ. അതായത് ഇപ്പൊ മായക്ക് കാര്യം മനസ്സിലായി. പിറ്റേ ദിവസം രാവിലെ തന്നെ ഫാദർ എബ്രഹാമും തോമസും കൂടെ ഒരു സിസ്റ്ററും കൂടെ ഇപ്പൊ ഇവരുടെ വീട്ടിലേക്ക് വന്നപാട് തന്നെ ഫാദർ എബ്രഹാം അവിടെയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ പരിശോധിക്കുകയാണ്. വീടിന്റെ ഉൾഭാഗവും ചുറ്റുഭാഗവും എല്ലാം നന്നായിട്ട് നോക്കുന്നുണ്ട്. ഇതിനുശേഷം നമ്മുടെ മായയോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. മോള് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും രീതിയിൽ സംസാരിക്കോ, ബിഹേവ് ചെയ്യോ, അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് മായ കെയില പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതായത് അവളും അവളുടെ കൂട്ടുകാരിയും കൂടെ സെമിത്തേരിയിൽ പോയ ആ ഒരു കാര്യം ഇപ്പൊ ഫാദർ എബ്രഹാം പറയാണ്. അതായത് മനുഷ്യരെ അടക്കം ചെയ്ത ഈ കല്ലറകളുണ്ടല്ലോ, അതൊരു ഡാർക്ക് വേൾഡിലേക്കുള്ള വാതിലുകളാണ്. അറിയാതെ നമ്മൾ അത് തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോ ആരാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നതെന്ന് പറയാൻ കഴിയില്ല. എന്തായാലും ഞങ്ങൾ ഇവിടെ ചില കർമ്മങ്ങൾ ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഇപ്പൊ തൽക്കാലം നിൽക്കേണ്ട, പുറത്ത് നിന്നോന്ന് പറയണം. പിന്നീട് റൂമിന്റെ ഉള്ളിലേക്ക്, അതായത് കെയിലയെ പൂട്ടിയിട്ട് ആ റൂം ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് വന്ന് ഇപ്പൊ തോമസും അതുപോലെ തന്നെ ഫാദർ എബ്രഹാമും പിന്നെ ഒരു സിസ്റ്ററും ചില കർമ്മങ്ങളൊക്കെ ചെയ്യാണ്. ഈ സമയത്ത് കെയില വളരെ ശാന്തമായിട്ട് നോർമലായിട്ട് തന്നെ പറയാണ്, ഫാദർ എനിക്കിപ്പോ യാതൊരു കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ടുണ്ട്. എന്നാൽ അതൊന്നും കേൾക്കാതെ ഫാദർ വീണ്ടും അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും വളരെ കൂളായിട്ട്, സാധാരണ ഒരു പ്രശ്നമില്ലാത്തൊരു പെൺകുട്ടി എങ്ങനെ സംസാരിക്കുക അതുപോലെ തന്നെ അവൾ സംസാരിക്കുകയാണ്. അപ്പോഴും ഫാദർ ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ചെയ്യണം. ഇത് കണ്ട നമ്മുടെ
തോമസ് ചോദിക്കുകയാണ്, ഫാദറെ എനിക്ക് തോന്നുന്നു അവളുടെ ഉള്ളിൽ നിന്നും അവർ ചെകുത്താൻ പോയെന്ന്. ഇതിന്റെ ഒന്നും ആവശ്യം ഇനിയില്ല എന്ന് തോന്നുന്നു. ഇത് കേട്ട സമയത്ത് ഫാദർ എബ്രഹാം പറയണ, തോമസ് മിണ്ടാതിരിക്കും, ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു പറയണം. ആ ഒരു ഹോളി വാട്ടർ എടുക്കുന്ന പറയണം. അങ്ങനെ ആ ഒരു വെള്ളം എടുത്തു, അതൊരു ഇച്ചിരി കയ്യിലാക്കി അതിനുശേഷം അവളുടെ നെറ്റിയിൽ കുരിശ് വരക്കാണ് ആ ഹോളി വാട്ടർ ഉപയോഗിച്ച്. പിന്നീട് വീണ്ടും മന്ത്രവാദങ്ങൾ ചൊല്ലാൻ ആരംഭിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവളിപ്പോ ഫാദർ എബ്രഹാമിന്റെ കഴുത്തിന് കയറി അങ്ങോട്ട് പിടിക്കുകയാണ്. ഇത് കണ്ട തോമസ് ഞെട്ടിപ്പോയി. അയ്യോ, ഇവളുടെ ഉള്ളിലാണ് ഒന്നും ഇല്ല എന്ന് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞത്. അവളുടെ യഥാർത്ഥ ആ ഒരു ഉഗ്രരൂപം കണ്ട സമയത്ത് തോമസ് തന്നെ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. മാത്രമല്ല ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന കുരിശ് മുഴുവൻ അത് തലകീഴായി നിൽക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സിസ്റ്റർ അതുപോലെ തന്നെ തോമസ്, ഇവർ രണ്ടുപേരെയും കയ്യില താട്ടിൽ തെറിപ്പിക്കുകയാണ്. ആദ്യത്തെ വീഴ്ചയിൽ തന്നെ സിസ്റ്ററിന്റെ ബോധം പോയി. ഫാദർ ഒറ്റയ്ക്ക് നിന്ന് എന്തൊക്കെയോ കഷ്ടപ്പെട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ബഹളെല്ലാം കേട്ട് റൂമിന്റെ പുറത്തുണ്ടായിരുന്ന മായ ചോദിക്കണം, ഫാദറെ കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ ഉള്ളിലേക്ക് വരണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഫാദർ പറയണം, നീ പുറത്ത് തന്നെ നിന്നാ മതി, ഞങ്ങൾ ഇത് ഡീൽ ചെയ്തോളാന്ന് പറയണം. ഇതിനിടയിൽ നിലത്ത് വീണ് എടുക്കുന്ന നമ്മുടെ തോമസ് എങ്ങനെയൊക്കെ എഴുന്നേറ്റ് വന്ന് അവളെ പിടിക്കാൻ ശ്രമിക്കണം. അപ്പോ ഫാദറിനെ അവളെ തള്ളി തെറിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഫാദറിന്റെ അത്ര എക്സ്പീരിയൻസ് ഒന്നും അവനില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവനും അവളെ കീഴടക്കാൻ കഴിയുന്നില്ല. പക്ഷെ ഉള്ളിൽ ആ ഒരു ബഹളം വല്ലാതെ കൂടി വന്നപ്പോ മായയ്ക്ക് ക്ഷമ കിട്ടിയില്ല. അവള് നേരെ മോളേന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട്. ഈ സമയത്ത് എബ്രഹാം പറയുന്നുണ്ട്, അത് നിന്റെ മോളല്ല, കയ്യിലുണ്ടായിരുന്ന ഹോളി വാട്ടർ അവൾക്ക് നേരെ തെളിപ്പിക്കുകയാണ്. അപ്പൊ തന്നെ കൂടുതലായിട്ട് വയലന്റ് ആവുന്നുണ്ട്. അവളുടെ ശക്തി ഒന്ന് ഇച്ചിരി ക്ഷയിക്കുന്നുണ്ട്. ആ സമയം നോക്കി ഇപ്പൊ കേലി പോയിട്ട് തോമസ് പിടിക്കുകയാണ്. അതേ നേരം തന്നെ മായ അവിടെ ഉണ്ടല്ലോ, മായയോടും അവളെ പിടിക്കാൻ പറയാണ്. പിടിക്കാൻ വന്ന സിസ്റ്റർ നേരത്തെ ബോധം കിട്ടി താഴെ കിടക്കുന്നുണ്ട്. അവരുടെ കാര്യം ഇപ്പൊ എന്താവുമോ. എന്തായാലും ഇപ്പൊ കേലി പിടിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അവളുടെ നെറ്റിയിൽ ഒരു കുരിശു വെച്ച് ചില മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് അവൾ അടക്കി നിർത്തുകയാണ്. എന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, ആരാണ് നീ? അങ്ങനെ ഒരു രക്ഷയില്ലാതെ അവസാനം ആ ചെകുത്താൻ പറയുന്നുണ്ട്, അതിന്റെ പേര് ഡോഗിൾ എന്നാണ്. അതായത് അവളുടെ ഉള്ളിലേക്ക് കയറിയത് അവളുടെ അച്ഛന്റെ ആത്മാവൊന്നുമല്ല, അതൊരു പൈശാചികമായിട്ടുള്ള ശക്തിയാണ്. എന്തായാലും ആ കർമ്മത്തിലൂടെ അവളുടെ ഉള്ളിൽ നിന്നും അതിനെ പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞു. കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാക്കിയിട്ട് ഇപ്പൊ തോമസും അതുപോലെ തന്നെ എബ്രഹാമും പിന്നെ ബോധം പോയ ആ ഒരു സിസ്റ്റർ, അവർക്ക് ഇപ്പൊ ബോധം വന്നിട്ടുണ്ട്. അവരും കൂടി ഇപ്പൊ കാറിൽ നേരെ ചർച്ചിലേക്ക് പോകണം. എന്നാൽ പോകുന്ന സമയത്ത് നമ്മുടെ തോമസിന് എന്തോ വല്ലാത്തൊരു കുറ്റബോധം പോലെ, ഫാദറിന് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്നുള്ള കുറ്റബോധം. അപ്പൊ ഫാദർ പറയുന്നുണ്ട്, ഇതൊരു തുടക്കമല്ലേ, തുടക്കത്തിലൊക്കെ ഒറ്റയടിക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ, പയ്യെ പയ്യെ എല്ലാം പഠിച്ചോളെന്ന് പറയാം. ഇതേ സമയത്ത് തന്നെ മായ വീട്ടിൽ അലങ്കോലമായി കിടന്ന ആ ഒരു പുസ്തകങ്ങളൊക്കെ അടുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ യാദൃശികമായിട്ട് കെയില വരച്ച ചിത്രങ്ങളും, അതായത് അവളുടെ ആ ഒരു നോട്ട് ബുക്ക് കാണുകയാണ്. എന്തൊക്കെയോ അതിൽ അവൾ കുത്തിക്കുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ അവൾ കൊണ്ടുപോയ ആ ഒരു പാവയുണ്ടല്ലോ, ജയിലാങ്കോ, അത് ഇപ്പോഴും അവളുടെ റൂമിലുണ്ടായിരുന്നു. സോ ഇതിന്റെ എല്ലാത്തിന്റെയും ഫോട്ടോ അപ്പൊ തന്നെ മായ എടുത്ത് അത് നേരെ റോജിന് അയച്ചു കൊടുക്കുകയാണ്. ഇതേ നേരം തന്നെ തോമസ് അവനിപ്പോ പഴയ ഓരോ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. അതായത് ഈ അച്ഛനാകാൻ പഠിക്കുന്ന സമയത്ത് ഓരോരോ പട്ടങ്ങളൊക്കെ കിട്ടുമല്ലോ, അങ്ങനെ എന്തോ ഒരു വലിയൊരു സംഭവം അവന് കിട്ടി. അതുമായിട്ട് അവൻ നേരെ വീട്ടിലേക്ക് വന്ന സമയത്ത് അനിയത്തി പറയണ, ചേട്ടാ ഇന്ന് എന്തായാലും എനിക്കൊരു ട്രീറ്റ് വേണം, നമുക്കിത് സെലിബ്രേറ്റ് ചെയ്യണം. എന്തായാലും അനിയത്തിയുടെ ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാനായിരുന്നു അന്ന് രാത്രി തോമസ് അമ്മയും അനിയത്തിയും കൂട്ടിയിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങിയത്. പിന്നീട് സംഭവിച്ചത് എന്താണ്, അവർ രണ്ടുപേരും മരണപ്പെട്ടു പോയി. സോ ആ ഒരു ട്രോമ ഇപ്പോഴും തോമസിന്റെ ഉള്ളിലുണ്ട് കേട്ടോ, അവര് മറക്കാൻ കഴിയുന്നില്ല. ഇതേ നേരം തന്നെ മായ മകളായിട്ടുള്ള കേലിയുടെ കൂടെ കിടന്നുറങ്ങാണ്. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തൊട്ടടുത്തുണ്ടായിരുന്ന കേലിയെ കാണാനില്ല. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ജനലിന്റെ അരികിൽ ചെന്നിട്ട് അവൾ പുറത്തേക്ക് തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ട് മായയുടെ ഉള്ളിൽ നല്ല പേടി തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മായ കേലിയെ വിളിക്കുകയാണ്, കേല എന്താ അവിടെ കാണിക്കുന്നത്, നീ ആരെയാ നോക്കുന്നത്? ഇപ്പൊ അവിടുന്ന് വേഗം അമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് ഇപ്പോ കേല പറയണേ, ഒന്നുമില്ല അമ്മ, കാറ്റ് കൊള്ളാൻ വേണ്ടി ഞാൻ ചുമ്മാ ഒന്ന് അവിടെ പോയി നിന്നല്ലോ. എന്തായാലും അതിനുശേഷം മായ കെട്ടിപ്പിടിച്ച് കേല അവിടെ കിടന്നുറങ്ങുകയാണ്. പേടിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല. പിറ്റേ ദിവസം നേരത്തെ തന്നെ നമ്മുടെ കേല എഴുന്നേൽക്കുകയാണ് കേട്ടോ. താഴെ പോയിട്ട് അവൾക്ക് കുടിക്കാനുള്ള കോഫിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് റോജിയും വരികയാണ്. റോജി വന്ന പാടിനെ അവളുടെ മുടിക്കുത്തിന് പിടിച്ചിട്ട്, നീ ആരടി, എനിക്കിട്ട് പണിയാൻ മാത്രം നീ ആരടി? ഇപ്പൊ കേലയുടെ ഒച്ച കേട്ടിട്ടാണ് മായ എഴുന്നേൽക്കുന്നത്. താഴെ വന്നപാട് തന്നെ ഇപ്പൊ രണ്ടുപേരും പിടിച്ചു മാറ്റി റോജിനോട് ചോദിക്കുന്നുണ്ട്, റോജിന് നീ എന്താ ചെയ്യുന്നത്? ഇതെന്റെ മോളാ, അവളുടെ മേത്ത് കൈവെക്കാൻ മാത്രം നീ ആരടാ? ഈ സമയത്ത് റോജിൻ പറയാണ്, മായ നിനക്കൊന്നും അറിയായിട്ടാ, ഇവൾ എന്താ ചെയ്തെന്നറിയോ? ഞാൻ ചാകാൻ വേണ്ടി ഇവളെന്തോ കൂടോത്രം ചെയ്തിരിക്കുക. അതൊക്കെയാണ് ആ ചിത്രത്തിൽ വരച്ചു വെച്ചിരിക്കുന്നത്. നിന്റെ മോളും അവളുടെ ഒരു കൂട്ടുകാരി ഉണ്ടല്ലോ, രണ്ടെണ്ണം കൂടെ എന്നെ കൊല്ലാനായിട്ട് എന്തോ ചെയ്തു വെച്ചാ, എന്തോ ഭാഗ്യത്തിന് ഞാൻ ഇപ്പോഴും ജീവനോട് നിൽക്കുന്നു. ഇവളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അടിക്കാൻ വരുമ്പോ ഇപ്പൊ മായ തള്ളി മാറ്റിയിട്ട് പറയണ, റോജിനെ എന്തൊക്കെയായാലും ശരി എന്റെ മോളുടെ ദേഹത്ത് കൈ വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇതേ നേരം തന്നെ കെയില മായ അതായത് അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ പറഞ്ഞില്ലേ ഒരു നല്ല അമ്മയാകാൻ പറ്റിയില്ല എന്ന്, ഞാൻ ഇപ്പൊ ചോദിക്കുകയാണ്, ഇയാളെ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കണം, ഇയാളെ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കിയേ മതിയാവുള്ളൂ. വളരെ ഹാർഡായിട്ട് കർശനമായിട്ട് തന്നെ അവൾ അത് പറയാണ് കേട്ടോ. ഇതേ നേരം അവൾ വീണ്ടും അടിക്കാൻ റോജിൻ വന്ന സമയത്ത് മായ അവളുടെ കയ്യിൽ ഈ കള്ളന്മാരൊക്കെ വന്നാൽ അവരിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ചെറിയൊരു ഷോക്കിംഗ് ഡിവൈസ് ഉപയോഗിക്കാറില്ലേ, അതെടുത്ത് അവന്റെ മേത്തേക്ക് അങ്ങ് വെച്ചു കൊടുക്കുകയാണ്. ഷോക്ക് അടിച്ച് അവൻ താഴെ വീഴുന്നുണ്ട്. അവന്റെ മുഖത്ത് നോക്കി മായ പറയുന്നുണ്ട്, ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ നിന്ന്. അതായത് മകള് പറഞ്ഞത് കുറെയൊക്കെ ശരിയാണെന്ന് മായയ്ക്ക് ഇപ്പൊ മനസ്സിലായി. എന്തായാലും അച്ഛനെ കാണാനും അച്ഛന്റെ കല്ലറയിലേക്കൊന്ന് പോകാനും കേലിയുടെ കൂടെ ഇപ്പൊ മായയും പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്തെല്ലാം മായയെ അയാൾ വിളിക്കുന്നുണ്ട്, അതായത് റോജും വിളിക്കുന്നുണ്ട്. പക്ഷെ മായ ഫോൺ എടുക്കുന്നില്ല. പിന്നീട് അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ മായ അത്ര നല്ല സുഖത്തിലൊന്നും ആയിരുന്നില്ല. അതായത് മകളുടെ കാര്യം ആലോചിച്ച് ചെറിയൊരു വിഷമം അവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം പ്രാർത്ഥനയിലായിരിക്കും. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ ഫാദർ എബ്രഹാം വന്നിട്ട് അവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്, എല്ലാം ഓക്കെ അല്ലേ, പഴയതുപോലെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് മായ
മായ പറയണ ഫാദറെ എല്ലാം ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ എല്ലാം ഓക്കെയാണ്, പക്ഷെ എന്തൊക്കെയോ കാര്യങ്ങളൊന്നും മാറാത്തതുപോലെ എനിക്ക് ഫീൽ ആവുന്നു. ഞാൻ പറയാത്തൊരു കാര്യം കൂടെ ഉണ്ട് ഫാദറെ, അത് ഞാൻ പറയാം. അതായത് എന്റെ മകളായിട്ടുള്ള കെല്ലിയ അതുപോലെ തന്നെ അവളുടെ കൂട്ടുകാരി, ഇവർ രണ്ടുപേരും ശരിക്കും അന്ന് ആ കല്ലറയിൽ പോയിട്ട് ചെയ്തത് ഇതൊക്കെയാണ്. ജയിലാങ് എന്ന് പറഞ്ഞ ആ ഒരു മന്ത്രവാദവും ആ ഒരു പാവേനൊക്കെ ഉപയോഗിച്ച് അവർ ചെയ്ത ആ ഒരു കാര്യം ഫാദറിനോടൊപ്പം മായ പറയുന്നുണ്ട്. സോ അതിലൊരു അപകടം ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഫാദർ അപ്പം തന്നെ ഫാദർ തോമസിനെ കാണാനായിട്ട് അവന്റെ വീട്ടിലേക്ക് പോവാണ്. അവനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ. എന്നാൽ ആ സമയത്താണ് അയാളുടെ കാറിന് മുന്നിൽ ആരൊരാൾ വന്നു നിൽക്കുന്നത്. മറ്റാരുമല്ല, നമ്മുടെ കെയില് തന്നെയാണ്. എന്നാൽ ഈ അർദ്ധരാത്രിയിൽ ഈ പെണ്ണിന്തിനെ ഇവിടെ വന്നു നിൽക്കുന്നതെന്ന് കരുതിയിട്ട് എബ്രഹാം ചെന്ന് അവളെ വിളിക്കുകയാണ്. എന്നാൽ ഒരു ബോധമില്ലാത്ത അവസ്ഥയിൽ അവൾ അങ്ങനെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവളെ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അത് അവളുടെ ഉള്ളിൽ ആ ഒരു ശക്തി തന്നെയാണ്. എന്തായാലും ഫാദർ അവളെ തൊട്ടവാണിന് അവളുടെ ബോധം പോവുകയാണ്. പിന്നീട് ഒരു വിധത്തിൽ ഫാദർ അവളെ എടുത്തുകൊണ്ട് നേരെ കാറിൽ കൊണ്ടിരുത്തുകയാണ്. അതിനുശേഷം കാറ് ഡ്രൈവ് ചെയ്യാൻ നോക്കുമ്പോഴാണ് പിന്നിലുണ്ടായിരുന്ന കെയില, അവൾക്ക് ബോധമൊന്നും പോയിട്ടില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ഫാദറിനെ പിന്നിലേക്ക് വലിച്ചിട്ട് അയാളുടെ ദേഹത്ത് ഒരുപാട് തവണ മാന്തുകയാണ്, മാരകമായിട്ട് മുറിവേൽപ്പിക്കുക. ഇതിനുശേഷം അവൾ വീട്ടിലേക്ക് തന്നെ പോകുന്നുണ്ട്. വീട്ടിലേക്ക് എത്തി കൈ നന്നായിട്ട് കഴുകുകയാണ്, കാരണം കയ്യിൽ നിറയെ ചോരയാണ്. ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് മായ വരുന്നുണ്ട്. മോളെ നീ എന്തേ കാണിക്കുന്നത്? ഒന്നുമില്ല അമ്മ, കൈ നന്നായിട്ടൊന്ന് കഴുകാന്ന് പറയണം. പക്ഷേ മായ നോക്കുമ്പോൾ അവളുടെ കയ്യിൽ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്തോ ഒരു പന്തികേടുണ്ട്. അതുകൊണ്ട് തന്നെ അവളുടെ പിന്നാലെ ചെന്ന് മായ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ പറ്റിയത്? എന്നാൽ ഒരു പ്രത്യേക ഭാവത്തിൽ അവളിങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് പറയണം, ഞാനല്ലേ പറഞ്ഞത് അമ്മയോട് ഒരു പ്രശ്നവും ഇല്ലാന്ന്. എന്നാൽ ഇതേ സമയത്താണ് കറുത്ത രൂപമുള്ള കന്യാസ്ത്രീയുടെ വസ്ത്രം ധരിച്ച ആ ചെകുത്താൻ വന്നിട്ട് മായ അവിടുന്ന് തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് അത് നടന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഫാദർ എബ്രാഹിമിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. അയാളെ കാണാനായിട്ട് നമ്മുടെ തോമസിന്റെ കൂടെയുള്ള ആ ഒരു ഫാദറും വന്നിട്ടുണ്ട് കേട്ടോ. എന്താ സംഭവിച്ചെന്നൊക്കെ ചോദിച്ചപ്പോൾ ഫാദർ എബ്രാഹിം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ ഇവര് മനസ്സിലാക്കാത്ത മറ്റൊരു കാര്യം കൂടെ എബ്രാഹിം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതും ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അന്ന് രാത്രി കെയിലയും അവളുടെ കൂട്ടുകാരിയും കൂടെ ആ സെമിത്തേരിയിലേക്ക് പോയിട്ട് അവളുടെ അച്ഛന്റെ ആ ശവകുടീരത്തിൽ വെച്ച് ഒരു ചടങ്ങ് ചെയ്തിട്ടുണ്ടായിരുന്നു, ജയിലാങ്കോ. അത് ചെയ്ത് അവൾ വിളിച്ചത് അവളുടെ അച്ഛനെ ആണെങ്കിലും ആ ഇരുണ്ട വാതിൽ തുറന്ന് അതിലൂടെ പുറത്തേക്ക് വന്നത് ശരിക്കും അവളുടെ അച്ഛന്റെ ആത്മാവല്ല, അത് നമുക്ക് മനസ്സിലായതാണ്. പക്ഷേ വന്നതാരാണ്? സാക്ഷാൽ ലൂസിഫർ, അവന്റെ സന്താന പരമ്പരകളിൽപ്പെട്ട ഒരു ചെകുത്താൻ. അവൻ ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ ഒരു മനുഷ്യ ശരീരം കീഴടക്കി അതിലൂടെ അവന്റേതായ ഒരു സാമ്രാജ്യം ഉണ്ടാക്കാനാണ്. ഈ ഒരു വിപത്തിനെ നമ്മൾ ഇവിടെ വെച്ച് തടുത്തിട്ടില്ലെങ്കിൽ അതൊരു വലിയ മഹാവിപത്തായിട്ട് മാറും. പക്ഷേ ഈ അവസ്ഥയിൽ ഫാദർ എബ്രാഹിമിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ തോമസ് പറയണ, ഫാദറെ ഇനി എന്തൊക്കെ സംഭവിച്ചാലും കുഴപ്പമില്ല, ഈ വലിയ ആപത്ത് ഇവിടെ നടക്കാൻ പാടില്ല, അത് നമുക്ക് തടയണം. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയണം. അങ്ങനെ എബ്രഹാം പറഞ്ഞതുപോലെ തന്നെ തോമസ് എല്ലാ രീതിയിലുള്ള പ്രിപ്പറേഷനും ചെയ്യുന്നുണ്ട്. ഇതേ നേരം തന്നെ കെയിലയുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ചെകുത്താൻ പൂർണ്ണമായിട്ടും അവളെ കൺട്രോൾ ചെയ്യാണ്. മാത്രമല്ല അവളുടെ അമ്മയായിട്ടുള്ള മായെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കിടത്തി അതിനു ചുറ്റും മെഴുകുതിരികൾ കത്തിച്ചു വെച്ച് ആ ഒരു ശരീരത്തിനെ പൂർണ്ണമായിട്ടും ആ ചെകുത്താന്റേതാക്കാൻ നോക്കുകയാണ്. അതിനായിട്ടുള്ള ഒരു ചടങ്ങ് ചെയ്യാണ്. എന്നാൽ അതിനു മുന്നേ തന്നെ അവളുടെ മുഖത്തടിച്ച മായ എഴുന്നേറ്റ് ഓടുകയാണ്. മുകളിലെ മായയുടെ തന്നെ റൂമിൽ പോയിട്ട് അവർ കഥ ഇറക്കി പിടിച്ച് ഒളിച്ചിരിക്കുന്നുണ്ട്. ഭയന്ന് വിറക്കുകയാണ് അവരിപ്പോ. ഇതേ സമയം തന്നെ ബാധ കയറിയ കെയില അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അമ്മ എവിടെയാണ്? വാ, എന്റെ അടുത്തേക്ക് വാ, എന്നെ ഭയങ്കര ഇഷ്ടമല്ലേ, എന്നെ വന്ന് താലോലിക്കമ്മ. ഇതൊക്കെ പറഞ്ഞ് വളരെ സ്നേഹത്തോട് കൂടിയിട്ട് കെയില ഇങ്ങനെ മായ വിളിക്കുകയാണ്. അമ്മ എവിടെയുള്ളതെന്ന് എനിക്കറിയാം, കട്ടിന്റെ അടിയിലല്ലേ, ഞാൻ ഇപ്പൊ കണ്ടുപിടിക്കുന്ന പറഞ്ഞിട്ട് ഒരു കത്തിയുമായിട്ട് അങ്ങോട്ടേക്ക് ചെന്ന് അവള് തല നേരെ കട്ടിനടിയിലേക്ക് കൊണ്ടുപോവാണ്. പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല, കാരണം മായ വിളിച്ചത് മറ്റൊരു സ്ഥലത്തായിരുന്നു, ആ റൂമിലെ തന്നെ കബോർഡിന്റെ ഉള്ളിൽ. അത് മനസ്സിലാക്കിയ കെയില പതിയെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അമ്മ എനിക്കിപ്പോ മനസ്സിലായി അമ്മ എവിടെയുള്ളതെന്ന്, ഞാൻ ഇപ്പൊ വരാട്ടോ. ഇത് പറഞ്ഞ ആ കത്തിയുമായിട്ട് അങ്ങോട്ടേക്ക് ചെന്ന് അതിലേക്ക് കാഞ്ഞു കുത്താൻ തുടങ്ങുകയാണ്. പാവമായ ആകെ പേടിച്ച് വിറച്ച് ഉറക്കാനെ നിലവിളിക്കുകയാണ്, ആരെങ്കിലും ഒന്ന് രക്ഷിക്കാൻ വരണേന്ന് പറഞ്ഞിട്ട്. കറക്റ്റ് ആ സമയത്താണ് തോമസ് അങ്ങോട്ടേക്ക് എത്തുന്നത്. കാരണം വരാനിരിക്കുന്ന അപകടവും ഫാദർ എബ്രഹാം അവനോട് നേരത്തെ പറഞ്ഞായിരുന്നു. വന്ന വാർഡ് തന്നെ ഒരു ഹോളി വാട്ടർ അതിന്റെ ദേഹത്തേക്ക് തെളിക്കുന്നുണ്ട്. അതിന് വല്ലാതെ ബുദ്ധിമുട്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തോമസിന് എടുത്തെറിയാണ്. തോമസ് വിട്ടുകൊടുത്തില്ല. അവന്റെ ഗുരു, അതായത് ഫാദർ എബ്രഹാം പഠിപ്പിച്ചു കൊടുത്ത എല്ലാ മന്ത്രവാദവും അവിടെ വെച്ച് ഉപയോഗിക്കുകയാണ്. അപ്പൊ അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആ ഒരു ചെകുത്താൻ നേരെ വീടിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടാൻ നിൽക്കുകയാണ്. അതിനു മുന്നേ തോമസിന് നോക്കി ഒരു കാര്യം പറയുന്നുണ്ട്, നീ വിചാരിക്കുന്നുണ്ടോ ഇതൊക്കെ ഇവിടെ തീരുമെന്ന്? തീരാൻ പോകുന്നില്ലടാ, നമുക്ക് ഇനിയും കാണാന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ചാട്ടാണ് അവള് താഴേക്ക്. ഇത് കണ്ട് അവർ പേടിച്ചു പോവാണ്. കാരണം താഴേക്ക് ആ ചെകുത്താൻ എടുത്ത് ചാടിയാൽ മരിക്കാൻ പോകുന്നത് കെയിലയാണ്. തോമസും അതുപോലെ തന്നെ മായ ഓടി വന്ന് നോക്കുമ്പോൾ അവള് വീണത് സ്വിമ്മിംഗ് പൂളിന്റെ ഉള്ളിലേക്കായിരുന്നു. ഇവർ വേഗം താഴേക്ക് വരികയാണ്. എന്നാൽ ആ നേരത്ത് സ്വിമ്മിംഗ് പൂളിന്റെ ഉള്ളിൽ നിന്നും ആ ഒരു ചെകുത്താൻ എഴുന്നേറ്റ് വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് തോമസ് അവനെ കൊണ്ട് പറ്റാവുന്ന എല്ലാ രീതിയിലുള്ള മന്ത്രം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ശക്തമായി തന്നെ അവന്റെ അടുത്തേക്ക് വന്ന ആ ചെകുത്താൻ അവന്റെ ഉള്ളിലെ ആ വീക്ക്നെസ്സിന് ഉപയോഗിക്കുകയാണ്. അവന്റെ ഉള്ളിലെ ആ ഒരു പെയിന്, അവന്റെ പെങ്ങടെ രൂപത്തിലേക്ക് മാറിയ ആ ചെകുത്താൻ, ചേട്ടാ എന്നെ ഉപദ്രവിക്കല്ലേ കേട്ടോ, എനിക്ക് വല്ലാതെ വേദന എടുക്കുന്നു. അന്ന് ആ റേഡിയോയിൽ വെച്ച് അവനോട് സംസാരിച്ചില്ലേ, അവന്റെ അനിയത്തിയുടെ ശബ്ദത്തിൽ അത് മറ്റാരുമല്ല ഈ ചെകുത്താൻ തന്നെയാ. എന്തായാലും ഇവിടെ വെച്ച് നമ്മുടെ തോമസിന്റെ ശ്രദ്ധയൊന്നും മാറുന്നുണ്ട്. ആ സെക്കൻഡിൽ അവന്റെ കഴുത്തിന് കയറി പിടിക്കുകയാണ് ഈ ചെകുത്താൻ. അവനെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നിൽക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ മായ ഉറക്കിന് വിളിച്ചു പറയുന്നുണ്ട്, ദയവ് ചെയ്ത് ചെയ്യരുത്, എന്റെ മകളെയും അതുപോലെ തന്നെ ഇയാളെയും വെറുതെ വിട്, നിനക്കൊരു മനുഷ്യ ശരീരമോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ എന്നെ എടുത്തോന്ന് പറയാണ്. ഇത് കേട്ടപാട് തന്നെ അവിടെ തോമസിനെ എറിഞ്ഞിട്ട് ഈ ചെകുത്താൻ നേരെ മായയുടെ അടുത്തേക്ക് വന്നിട്ട് പറയണം, ശരി നീ പറഞ്ഞതുപോലെ ചെയ്യാം, പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യണം, നിന്റെ ശരീരം എനിക്ക് തരണം. ദാ പൊട്ടി ഈ കുരിശ് ഉപയോഗിച്ച് നീ സ്വയം കുത്തി മരിക്കെന്ന് പറയാണ്. മകൾ
മകളെ രക്ഷിക്കാൻ വേറൊരു വഴിയില്ലാന്ന് മനസ്സിലാക്കിയ മായ അതിന് തയ്യാറാവുകയാണ്. എന്നാൽ എനിക്ക് വേണ്ടി എന്റെ അമ്മ മരിക്കാൻ പോവാണല്ലോ എന്ന് മനസ്സിലാക്കിയ കെയ്ല അവളുടെ ഉള്ളിൽ ആ ഒരു ചെകുത്താന്റെ ആ ഒരു ശക്തിയും മറികടന്ന് ഒരു ഇച്ചിരി നേരത്തേക്ക് അവൾ അവളായിട്ട് മാറുകയാണ്. അവളുടെ ആ ഒരു മനസ്സിന്റെ പവർ കൊണ്ട് അവൾ അമ്മയെന്ന് വിളിക്കുകയാണ്. ഈ അവസരം കറക്റ്റായിട്ട് തോമസിന് ഉപയോഗിക്കാൻ പറ്റി. അതായത് അവന്റെ ഗുരു പറഞ്ഞു കൊടുത്ത കറക്റ്റ് ആയിട്ടുള്ള ആ മന്ത്രവാദങ്ങൾ, ആ വാക്യങ്ങൾ ഇവിടെ വെച്ച് കറക്റ്റായിട്ട് ഉപയോഗിച്ചു. അതിന്റെ നെറ്റിയിൽ കുരിശു വെച്ചുകൊണ്ട് തന്നെ ആ ചെകുത്താന്റെ ശരീരം പൊള്ളുന്ന രീതിയിലുള്ള മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട്. അത് സഹിച്ചു നിൽക്കാൻ അതിന് കഴിഞ്ഞില്ല കേട്ടോ. പൂർണ്ണമായിട്ടും കെയ്ലയുടെ ഉള്ളിൽ നിന്നും അത് പുറത്തേക്ക് വരികയാണ്. പൂർണ്ണമായിട്ടും ആ മന്ത്രവാദത്തിലൂടെ തോമസ് അതിനെ നശിപ്പിച്ച് കളയുന്നുണ്ട്. അതായത് അന്ന് എന്താണോ കെയ്ലയുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന യഥാർത്ഥ പ്രശ്നം ഇവർക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ലായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രിയാണ് ഫാദർ എബ്രഹാമിന് ഇത് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി ഇതിനെ ഇവിടുന്ന് ഓടിപ്പിക്കാൻ കഴിഞ്ഞു. എല്ലാ പ്രശ്നങ്ങളും തീർന്നു. കെയ്ല പഴയതുപോലെ തന്നെ ലൈഫിലേക്ക് തിരിച്ചു വരികയാണ്. മായക്കും കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഇതിനുശേഷം തോമസ് എബ്രഹാമിനെ കാണാൻ ചെല്ലുന്നുണ്ട്. അദ്ദേഹത്തോട് പറയാണ്, ഇനി നിങ്ങളുടെ കൂടെ എന്നും ഞാനുണ്ടാവും ബാക്കിയുള്ളവരെ സഹായിക്കാനായിട്ട്. മാത്രമല്ല ഇവിടെ വെച്ച് ദൈവത്തിനോട് അവനുണ്ടായിരുന്ന ആ ഒരു ചെറിയൊരു പിണക്കം, ഒരു കോപം, അതൊക്കെ അവൻ ഒഴിവാക്കുകയാണ്. ഇതിനുശേഷം അവന്റെ അമ്മയും അനിയത്തിയും മരിക്കാൻ കാരണമായ അപകടം, അതുണ്ടാകാൻ കാരണക്കാരനായ ആ ചെറുപ്പക്കാരനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് പോവാണ്. അതായത് അവർ രണ്ടുപേരും മരിച്ചതുകൊണ്ട് തന്നെ ആ പയ്യൻ ജയിലിലായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവനോട് തോമസ് സംസാരിക്കുകയാണ്. ഇപ്പൊ ആ ഒരു പയ്യൻ തോമസിനോട് പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം, അന്ന് വേണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓടിപ്പോയതല്ല, ശരിക്കും ഞാനൊന്ന് പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഞാൻ ഓടിപ്പോയതാണ്, വലിയ തെറ്റാണ്, എന്നാലും എനിക്ക് ക്ഷമിച്ചു തരണമെന്ന് പറയണം. എന്തായാലും തോമസ് അവൻ ക്ഷമിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയും കാണിച്ചുകൊണ്ട് ഈ സിനിമ ഇവിടെ തീരുകയാണ്. അപ്പൊ ഈ ഒരു കഥ ഇഷ്ടമായാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.